ഓം വിഘ്നേശ്വരായ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമഃ ശിവായ. ഓം മഹാദേവിയേ നമഃ. ഇന്നത്തെ എൻ്റെ ഈ പ്രഭാഷണ വിഷയം ഞാനിവിടെ അവതരിപ്പിക്കുമ്പോൾ എൻ്റെ വാക്കുകളെ, എൻ്റെ ചിന്തകളെ ഞാൻ ഭഗവാന്റെ മുമ്പിൽ ആ തൃപ്പാദങ്ങളിൽ സമർപ്പിച്ചുകൊള്ളുന്നു. എനിക്കൊത്തിരി സ്നേഹം തന്നെന്നെ വളർത്തിയ എൻ്റെ മാതാപിതാക്കളെ ഞാൻ സ്മരിക്കുന്നു. എൻ്റെ ഗുരുക്കന്മാരെ അവരുടെ പാതാരവിന്ദങ്ങളിൽ ഞാൻ നമിക്കുന്നു. പുനരഭി ജനനം പുനരഭി മരണം പുനരഭി ജനനീ ജഡരേ ശയനം ഇഹ സംസാരേ ബഹുദുസ്താരേ കൃപയാ പാരേ പാഹി മുരാരേ. വീണ്ടും വീണ്ടും ജനിക്കുന്നു, വീണ്ടും വീണ്ടും മരിക്കുന്നു, വീണ്ടും വീണ്ടും ഏതോ ഒരമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് നിക്ഷേപിക്കപ്പെടാതെ കടന്നുകൂടാൻ വളരെ പ്രയാസമുള്ള സംസാരസാഗരത്തിൽ എന്നെ ആഴ്ത്താതിരിക്കണേ, എന്നോട് കൃപയുണ്ടാവണേ ഭഗവാനെ എന്ന് ശങ്കരാചാര്യരുടെ ഭജഗോവിന്ദം എന്ന കൃതിയിൽ നിന്നുള്ള വരികളാണിത്. കർമ്മനിയതി അഥവാ ലോ ഓഫ് കർമ്മസിദ്ധാന്തം എത്രമാത്രം എനിക്ക് എൻ്റെ ഭാഷാശൈലിയിലൂടെയും എൻ്റെ വാക്പടുതയിലൂടെയും എൻ്റെ മുമ്പിലിരിക്കുന്ന സജ്ജനങ്ങളോട് എനിക്ക് പറഞ്ഞ് ഫലിപ്പിക്കാൻ പറ്റും എന്നെനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ വാക്കുകളെ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിലേക്ക് സമർപ്പിച്ചത്. എങ്കിലും ഭാഗവതത്തിലൂടെ ഞാൻ സഞ്ചരിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ എൻ്റെ പരിമിതമായ അറിവിൽ നിന്നുകൊണ്ട് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാമെന്ന് മാത്രം. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു ആമുഖം ആവശ്യമാണ്. ഒരു മനുഷ്യൻ്റെ ജന്മം ഉത്കൃഷ്ടവും അർത്ഥപൂർണവുമാകണമെങ്കിൽ അവന് ഭൗതികമായ അറിവ് മാത്രം പോരാ, ആധ്യാത്മികമായി കൂടി അവൻ അറിവ് നേടിയിരിക്കണം. അതായത് തന്നെക്കുറിച്ച്, തൻ്റെ ആത്മാവിനെ സംബന്ധിച്ച് അവനവനെക്കുറിച്ചൊരറിവ് ഒരു മനുഷ്യൻ നേടിയാൽ മാത്രമേ അവനൊരു യഥാർത്ഥ ജ്ഞാനിയാവുകയുള്ളൂ. എന്നാൽ ഈ ആത്മജ്ഞാനം പഠനം കൊണ്ടോ പ്രഭാഷണങ്ങൾ കേൾക്കുന്നത് കൊണ്ടോ വായന കൊണ്ടോ ഒന്നും സിദ്ധിക്കാവുന്ന, ഒന്നും ലഭിക്കാവുന്ന ഒന്നല്ല. അത് ആ തത്വത്തെ അനുസന്ധാനം ചെയ്യുമ്പോൾ സ്വയം ജനിക്കേണ്ടതാണ്. തത്വങ്ങൾ പറയുവാനും മനസ്സിലാക്കാനും എളുപ്പമായിരിക്കാം, എങ്കിലും ആ തത്വത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോഴാണ്, ആ തത്വത്തെ ഉൾക്കൊണ്ട് ജീവിക്കുക എന്നതാണ് സനാതന ധർമ്മവിശ്വാസികൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചെയ്യേണ്ടത്. ഞാൻ ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുന്ന എന്നിലെ ആ ചൈതന്യം ഞാൻ മരിക്കുമ്പോൾ എങ്ങോട്ട് പോകുന്നു? എൻ്റെ മൃതശരീരം ചിതയിലേക്കെടുക്കുമ്പോൾ എന്നെ ആ പ്രായം വരെ ചൈതന്യവത്താക്കി നിലകൊണ്ടിരുന്ന ആ ചൈതന്യം എങ്ങോട്ട് പോകുന്നു? ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തുകയാണ് ഭാരതത്തിലെ ഋഷിമാർ ചെയ്തത്. ഓരോ ഉപനിഷത്തുക്കളിലും നാം കാണുന്നത് ഈ ചോദ്യത്തിനുള്ള ഉത്തരങ്ങളാണ്. അവനവനെ അറിയുവാൻ സാധിച്ചാൽ ഈ പ്രപഞ്ചത്തെ അറിയുവാൻ സാധിക്കുമെന്നും പ്രപഞ്ച നിയമങ്ങളും അറിയുവാൻ സാധിക്കുമെന്നും ഭാരതത്തിലെ ഋഷിമാർ ഈ ലോകത്തോട് പറഞ്ഞു. ഉപനിഷത്തുക്കളിലെ തത്വങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട്, അല്ലെങ്കിൽ ആ ഉപനിഷത്തിലെ തത്വങ്ങൾ അഥവാ വേദത്തിലെ അവസാന ഭാഗമായ വേദാന്തത്തിൽ ഋഷിമാർ പറഞ്ഞു വച്ചിട്ടുള്ള കാര്യങ്ങൾ, അവരവരുടെ അതീന്ദ്രിയ ജ്ഞാനം കൊണ്ട് മനസ്സിലാക്കിയ തത്വങ്ങളെ സ്വാംശീകരിച്ചുകൊണ്ട് വ്യാസൻ രചിച്ച ഗ്രന്ഥമാണ് ശ്രീമദ് ഭാഗവതം.
സംസാര സാഗരത്തിൻ്റെ ഈ കരയിൽ നിൽക്കുന്ന ജീവാത്മാവ് ആയ നമ്മൾ മറുകരയിലുള്ള പരമാത്മാവിലേക്ക് എത്തുവാനായി ഈ സംസാര സാഗരമാകുന്ന ജീവിതം കടന്നു പോകുമ്പോൾ പരമാത്മാവിലേക്ക് എത്തേണ്ട മാർഗമെന്താണ് എന്നാണ് പരീക്ഷിത്ത് മഹാരാജാവ് ശുഗബ്രഹ്മർഷിയോട് ചോദിച്ചത്. അതേ ചോദ്യം തന്നെ നമ്മൾ ഓരോരുത്തരും നമ്മളോട് ചോദിക്കുമ്പോഴേ ഭാഗവത ധർമ്മം നമ്മൾ അനുഷ്ഠിച്ചവരായി മാറുകയുള്ളൂ. ഇവിടെ പുരുഷാർത്ഥങ്ങളെക്കുറിച്ച് പറഞ്ഞു. ഒരു മനുഷ്യൻ്റെ ഭൗതികമായി ഒരു മനുഷ്യൻ കുറേ ലക്ഷ്യങ്ങളുണ്ടാകണം. ഒരഭിഭാഷകയായ ഞാൻ എൻ്റെ പ്രൊഫഷനിൽ മിടുക്കിയാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു അധ്യാപികയാണെങ്കിൽ ആ അധ്യാപിക പഠിപ്പിക്കുന്ന കുട്ടികളെല്ലാവരും നല്ല നിലയിലെത്തണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരു എഞ്ചിനീയർ ആ എഞ്ചിനീയറുടെ തലത്തിൽ നിന്ന് ആഗ്രഹിക്കുന്നു. ഓരോരുത്തരും ഭൗതികമായ ചുറ്റുപാടുകളിൽ ഓരോരുത്തർക്കും ഓരോ ലക്ഷ്യങ്ങളുണ്ടാകാം. പക്ഷേ ഒരു മനുഷ്യന് അന്തിമമായി ഒരു ലക്ഷ്യമുണ്ടാകണം, ആത്മീയമായ ഒരു ലക്ഷ്യമുണ്ടാകണം. അതെന്തായിരിക്കണം? മോക്ഷം. നമ്മളെവിടെ നിന്ന് വന്നോ അവിടേക്ക് തിരിച്ചു പോകാൻ സാധിക്കണം. ആ പരമാത്മാവിൻ്റെ ഒരു ഭാഗമായ ഈ ജീവാത്മാവിന് മരണം സംഭവിക്കുമ്പോൾ എപ്പോഴാണോ ആത്മാവ് എന്നിൽ നിന്ന് വിട്ടുപോകുന്നത്, ആ പോകുന്ന ആ സൂക്ഷ്മ ശരീരം നേരെ പരമാത്മാവിലേക്ക് എത്തുമ്പോഴേ ജീവിതം സാർത്ഥകമാവുകയുള്ളൂ, മോക്ഷം സിദ്ധിക്കുകയുള്ളൂ. ആ മോക്ഷത്തിലേക്കായിരിക്കണം ഓരോ സനാതനധർമ്മവിശ്വാസിയുടെയും ലക്ഷ്യം. അവനവനിൽ കുടികൊള്ളുന്ന ആ ചൈതന്യത്തെ, അവനവനിൽ കുടികൊള്ളുന്ന ആത്മാവിനെ അറിയുവാൻ ഇതുപോലുള്ള സത്സംഗങ്ങളുടെ ഭാഗമാകുമ്പോൾ എൻ്റെ ഈ ശരീരം, പുറം ചട്ടയായി നിൽക്കുന്ന ഈ ശരീരത്തിനകത്ത് ഇതിനെ ചൈതന്യവത്താക്കുന്ന ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണ്? ആ വാക്കിനർത്ഥം എന്താണ്? ജീവനും നിലനിൽപ്പിനും നിദാനമായി ശരീരത്തിനുള്ളിൽ വർത്തിക്കുന്ന ശക്തി, ശരീരത്തെ നിലനിർത്തുന്ന അനശ്വര ചൈതന്യം, ആന്തരിക വ്യാപാരങ്ങൾക്കെല്ലാം കാരണഭൂതമായ തത്വം. ഈ തത്വത്തെ അനുസന്ധാനം ചെയ്തവരാണ് ഭാരതത്തിലെ ഋഷിമാർ. നമ്മുടെ ചിന്തകളും നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ വാക്കുകളും എല്ലാം ചേർന്നതാണ് കർമ്മം. എൻ്റെ വിഷയം കർമ്മനിയതി. നിയതി എന്നാൽ നിയമം. ഈ നിയമം മനുഷ്യൻ രചിച്ചിട്ടുള്ളതല്ല, ഇത് പ്രപഞ്ച നിയമമാണ്. മനുഷ്യരെഴുതി വച്ചിട്ടുള്ള ഒരു അഭിഭാഷക എന്ന നിലയ്ക്ക് ഞങ്ങളെപ്പോലുള്ളവർ കൈകാര്യം ചെയ്യുന്ന നിയമം, ആ നിയമത്തിൻ്റെ പഴുതിലൂടെ രക്ഷ നേടാം. എഴുതി വയ്ക്കപ്പെട്ട നിയമത്തിൻ്റെ പഴുതിലൂടെ. എന്നാൽ പ്രപഞ്ച നിയമത്തിന് പഴുതുകളില്ല. ആ കർമ്മത്തിന് കൃത്യമായ ഫലം നീ അനുഭവിച്ചേ പറ്റൂ എന്ന് ഭഗവാൻ നമ്മളോട് പറയുക. അപ്പോൾ നമ്മളെപ്പോഴും ചിന്തിക്കുന്ന പല ആളുകളുടെയും ദുരനുഭവം, നമ്മളുടെ സ്വന്തം ജീവിതത്തിലുണ്ടാകുന്ന ദുരനുഭവങ്ങൾ വരുമ്പോൾ നമ്മൾ ഭഗവാനോട് ചോദിക്കും, ഭഗവാനെ എന്തിനാ എനിക്കിങ്ങനെ ഒരു ദുരിതം തന്നത്? എന്തിനാ ഇങ്ങനെ എനിക്കൊരു ദണ്ണം തന്നത്? ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ, എന്തിനാ ഇങ്ങനെ എന്നെ വിഷമിപ്പിക്കുന്നത് എന്ന് ആരുടെയെങ്കിലും മനസ്സിൽ തോന്നുകയാണെങ്കിൽ അതിനുള്ള ഉത്തരമാണ് ഭാഗവതം. ഭഗവാൻ അത് ധൃതരാഷ്ട്ര ഭഗവാനോട് ചോദിക്കുന്നു, ഭഗവാനെ കൃഷ്ണ, ഞാൻ ജനിച്ചപ്പോഴേ അന്ധൻ, എൻ്റെ 101 മക്കൾ എനിക്കുണ്ട്, 101 മക്കളെയും ഞാൻ കണ്ടിട്ടില്ല. ഞാൻ ജനിച്ചപ്പോൾ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? അന്ധനായി ഇവിടെ ജനിക്കാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു? എൻ്റെ കുഞ്ഞുങ്ങളെ എനിക്കൊന്ന് കാണാൻ പറ്റിയിട്ടുണ്ടോ? എന്താണ് ഇതിലെ നീതി? ഭഗവാൻ കൃഷ്ണനോട് പറയൂ, എൻ്റെ മക്കളെ എനിക്ക് എന്തുകൊണ്ട് കാണാൻ സാധിച്ചില്ല? എന്തുകൊണ്ട് ഞാൻ ജനിച്ചപ്പോഴേ അന്ധനായി? ഈ ചോദ്യത്തിനുള്ള മറുപടി ഭഗവാൻ കൊടുക്കുന്നതിൽ കർമ്മ സിദ്ധാന്തത്തിലെ കർമ്മം എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് വരെ പറഞ്ഞു തുടങ്ങുന്നു ഭഗവാൻ. കർമ്മത്തെ 3ആയി ഭഗവാൻ തരംതിരിച്ച് ധൃതരാഷ്ട്രർക്ക് പറഞ്ഞു കൊടുക്കും. അതായത് ഈ ജന്മത്തിൽ ചെയ്യുന്ന കുറേ നല്ല കർമ്മങ്ങളും ചീത്ത കർമ്മങ്ങളും.
ആ കർമ്മങ്ങൾക്ക് ആ ജന്മത്തിൽ തന്നെ നമുക്ക് മറുപടി കിട്ടുന്നു. നമ്മൾ പത്രങ്ങളിൽ കാണാറുണ്ട്, ടി വിയിൽ ന്യൂസിൽ കാണാറുണ്ട്. ചില ആളുകൾ ചില തെറ്റുകൾ ചെയ്ത് കൈക്കൂലി വാങ്ങിച്ചു, ഉടനെ പിടിക്കപ്പെട്ടു. ആ വക കർമ്മങ്ങൾ, ഒരു വലിയ ഒരു കുറ്റകൃത്യം ചെയ്തു, പിടിക്കപ്പെട്ടു, ശിക്ഷിച്ചു, ജയിലിൽ അടയ്ക്കപ്പെട്ടു. ക്രിയാമാന കർമ്മം എന്നാണ് അങ്ങനെയുള്ള കർമ്മങ്ങൾക്ക് ഭഗവാൻ പേരിട്ടിരുന്നത്. അതായത് ഈ ജന്മത്തിൽ ചെയ്യുന്ന തെറ്റുകൾക്ക് ആ ജന്മത്തിൽ തന്നെ ശിക്ഷ ലഭിക്കുന്നു. ഈ ജന്മത്തിൽ ചെയ്യുന്ന സത്പ്രവർത്തികൾക്ക് ഈ ജന്മത്തിൽ തന്നെ നമുക്ക് സുഖം അനുഭവിക്കുന്നു നമ്മൾ. ഇനി ഇതുകൂടാതെ 2 തരം കർമ്മങ്ങൾ കൂടിയുണ്ട് ധൃതരാഷ്ട്രേ. അതായത് ക്രിയാമാന കർമ്മം കൂടാതെ സഞ്ചിത കർമ്മവും പ്രാരാബ്ധ കർമ്മവും. ഈ 2 കർമ്മങ്ങളും പേറിയാണ് സൂക്ഷ്മ ശരീരം മറ്റൊരു ഗർഭത്തിലേക്ക് പ്രവേശിക്കുന്നത്. മനുഷ്യജന്മത്തിൽ മാത്രമേ ഈ 2 കർമ്മങ്ങൾക്കും ഒരു മോചനമുള്ളൂ സാധാരണ രീതിയിൽ. ഈ സഞ്ചിത കർമ്മവും പ്രാരാബ്ധ കർമ്മവും പേറി വരുന്ന ആ സൂക്ഷ്മ ശരീരം ഏത് ശരീരത്തിലാണോ പ്രവേശിച്ചിട്ടുള്ളത് ആ ശരീരത്തിലിരുന്നു കൊണ്ട് ആ പ്രാരാബ്ധ കർമ്മവും സഞ്ചിത കർമ്മവും കുറേയെങ്കിലും അനുഭവിച്ചേ പറ്റൂ എന്ന് പറഞ്ഞുകൊണ്ട് ധൃതരാഷ്ട്രർക്ക് തൻ്റെ പുറകിലേക്കുള്ള 50 ജന്മങ്ങൾ ഭഗവാൻ കാട്ടിക്കൊടുക്കും. ദിവ്യ ചക്ഷുസ്സുകൾ നൽകിക്കൊണ്ട്, ദിവ്യ നേത്രങ്ങൾ നൽകിക്കൊണ്ട്, അത് കാണാൻ വേണ്ടി മാത്രം കുറച്ചു നേരം ഭഗവാൻ ധൃതരാഷ്ട്രക്ക് കാഴ്ച നൽകി കൊടുക്കും. അപ്പോൾ ധൃതരാഷ്ട്ര തിരിഞ്ഞു നോക്കുമ്പോൾ കാണുന്നത് തൻ്റെ പുറകിലേക്ക് ഒരു ജന്മത്തിൽ ഒരു വേടനായിരുന്നു ധൃതരാഷ്ട്രർ. ആ വേടൻ ഇങ്ങനെ ഒരു പക്ഷിയെ ഉന്നം വെച്ച് കുറേ ദിവസങ്ങൾ കഴിഞ്ഞു. പക്ഷി പിടികൊടുക്കുന്നില്ല. അവസാനം ഈ വേടന് ദേഷ്യം വന്നിട്ട് ആ പക്ഷി രാവിലെ തീറ്റിയെടുക്കാനായിട്ട് പോയ സമയത്ത് ആ പക്ഷിയുടെ കൂട് വലിച്ച് താഴെയിട്ട് നശിപ്പിച്ചു. അതിൽ ഈ പക്ഷിയുടെ 100 മുട്ടകൾ വിരിഞ്ഞു വരുന്ന സമയമായിരുന്നു. വൈകുന്നേരം തള്ളപ്പക്ഷി തിരിച്ചു വന്നപ്പോൾ കൂടെല്ലാം താഴെ കിടക്കുന്നു. 100 മുട്ടകൾ വിരിഞ്ഞതും ആ കുഞ്ഞുങ്ങളെല്ലാം മരിച്ചു, ചത്തുപോയി. ആ 100 കുഞ്ഞുങ്ങളെയും ആ പക്ഷിക്ക് കാണാൻ സാധിച്ചില്ല. ആ വേടൻ്റെ ആ പ്രവൃത്തി ഒരു പ്രാരാബ്ധ കർമ്മമായി നിലകൊണ്ടു. എന്നാൽ ആ വേടൻ്റെ പിന്നത്തെ ജന്മത്തിൽ ആ ഒരു മനുഷ്യജന്മം കിട്ടിയപ്പോൾ ഒത്തിരി സത്കർമ്മങ്ങൾ ചെയ്യുകയും ഭക്തി പരവശനായി ജീവിക്കുകയും എല്ലാം ചെയ്ത് സത്കർമ്മങ്ങളുടെ ഒരു ഭണ്ഡാരവും പേറി ആ ആത്മാവ് സഞ്ചരിച്ച് വന്നപ്പോഴാണ് ധൃതരാഷ്ട്രരുടെ ജന്മത്തിലേക്ക് വന്നത്. ആ ജന്മത്തിൽ സത്യവതി ആ ജന്മത്തിൽ ധൃതരാഷ്ട്രരായി ജനിച്ചപ്പോൾ ചെയ്ത സത്കർമ്മങ്ങളുടെ ഭാഗമായി രാജാവായി. വേടൻ ആയി ജനിച്ച ആ ജന്മത്തിൽ ചെയ്ത ദുഷ്കർമ്മം കൊണ്ട് അന്ധനായി ഭവിച്ചു. 100 മക്കളെയല്ല, 101 മക്കളുണ്ടായിരുന്നു. 101 മക്കളെയും കാണാൻ പറ്റിയില്ല. ഇത് ദിവ്യ ചക്ഷുസ്സുകൾ കൊടുത്ത് ഭഗവാൻ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങളെ കഥാരൂപത്തിലാക്കിക്കൊണ്ട് നമുക്ക് ഭഗവാൻ പറഞ്ഞു തരിക. നമ്മളുടെ ഓരോ കർമ്മങ്ങൾക്കും നമ്മൾക്ക് അതിനുള്ള അനുഭവം കിട്ടിയിരിക്കും. വർത്തമാനകാലത്ത് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ് നമ്മുടെ ഭാവി ജീവിതത്തെ നിർണയിക്കുന്നത്. അതുകൊണ്ട് എന്ത് ദോഷം നമ്മുടെ ജീവിതത്തിൽ വന്നാലും ഭഗവാനെ പഴി പറയരുത്. അതിന് കാരണം ഞാൻ തന്നെയാണ്. എൻ്റെ സന്തോഷത്തിനും എൻ്റെ ദുഃഖത്തിനും കാരണം ഞാൻ തന്നെയാണ്. മരണം എന്ന സത്യം അല്ലേ, ഒരു സത്യം. മരണം മാത്രമേ ഉള്ളൂ ഒരു സത്യം. മരണം എന്നത് ശരീരത്തിന് മാത്രമാണ് എന്ന് ധരിക്കുന്നവനെ അജ്ഞാനിയായി കരുതണം നമ്മൾ. മരണം എന്നത് ശരീരത്തിന് മാത്രമാണ്. മരണം എന്നത് ശരീരത്തിന് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. അതിനെ ചൈതന്യവത്താക്കുന്ന ആത്മാവിന് മരണമില്ല. ഈ സത്യം മനസ്സിലാക്കുമ്പോൾ, ഈ സത്യം മനസ്സിലാക്കുന്നവനാണ് ജ്ഞാനി. മരണത്തോടുകൂടി ഞാൻ ഇല്ലാതെയായി എന്ന് കരുതുന്നവൻ അജ്ഞാനി. ഞാനെന്നാൽ എന്നിൽ കുടികൊള്ളുന്ന ചൈതന്യമാണെന്നും
ഈ ശരീരമല്ല എന്നും മനസ്സിലാക്കുന്നവൻ ജ്ഞാനി. ജ്ഞാനിക്ക് മോക്ഷപ്രാപ്തിയും അജ്ഞാനിക്ക് പുനർജന്മവും ഫലം. ഞാനെന്നാൽ ഈ ശരീരമാണ് എന്ന് ഭാഗവത സത്രത്തിൻ്റെ ഭാഗമായി വന്നിരിക്കുന്ന ആരും ചിന്തിക്കരുത്. ഞാനെന്നാൽ ഈ ശരീരമല്ല, എന്നിൽ കുടികൊള്ളുന്ന ആ ചൈതന്യത്തെയാണ് ഞാൻ എന്ന് പറയുന്നത്. എനിക്ക് മരണമില്ല എന്നർത്ഥം. എന്നിൽ നിന്ന് ഈ ആത്മാവ് വിട്ടകന്നു പോകുമ്പോൾ ആ ആത്മാവിനോടൊപ്പം, ആ സൂക്ഷ്മ ശരീരത്തോടൊപ്പം എൻ്റെ ജീവിതത്തിൽ, ഈ ജീവിതത്തിൽ ഞാൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളും എൻ്റെ ചിന്തകളും എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ വൈരാഗ്യവും എൻ്റെ ദേഷ്യവും എല്ലാം തന്നെ ആ ഇന്ദ്രിയങ്ങൾ തന്നിട്ടുള്ള എല്ലാ സുഖങ്ങളും ദുഃഖങ്ങളും പേറിയാണ് ആ സൂക്ഷ്മ ശരീരം പോകുന്നത് എന്ന് ഓരോ സനാതന ധർമ്മവിശ്വാസിയും മനസ്സിലാക്കേണ്ടതായുണ്ട്. ഹിന്ദു മതമെന്നാൽ വിശ്വാസം. ഹിന്ദു മതവിശ്വാസത്തിൻ്റെ 2 പ്രധാനപ്പെട്ട തൂണുകളാണ് കർമ്മനിയതിയും പുനർജന്മ സിദ്ധാന്തവും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ഹിന്ദുക്കളുടെ വിശ്വാസ പ്രമാണങ്ങളിൽ മുഖ്യമാണിത് രണ്ടും, കർമ്മസിദ്ധാന്തവും പുനർജന്മ സിദ്ധാന്തവും. ഈ പുനർജന്മ സിദ്ധാന്തം ഭാഗവതം അസന്നിഗ്ധമായി പ്രസ്താവിക്കുന്നു. മരണാനന്തരം മനുഷ്യന് എന്ത് സംഭവിക്കുന്നു എന്നത് മനുഷ്യനിർമ്മിതമായ ഒരു നിയമമല്ല, അത് പ്രപഞ്ച നിയമമാണ്. എന്നാൽ ഭാഗവതത്തോടൊപ്പം ഭഗവത്ഗീത കൂടി മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമുണ്ടെങ്കിൽ, ഭഗവത്ഗീതയിലൂടെ കൂടി പോകുകയാണെങ്കിൽ, അതുകൂടി പഠിക്കാൻ ശ്രമിച്ചാൽ കുറച്ചുകൂടി ഈ കർമ്മസിദ്ധാന്തത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഭഗവത്ഗീതയുടെ 2-ാമത്തെ അധ്യായത്തിലെ 22-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, എങ്ങനെയാണോ ജീർണ വസ്ത്രം ഉപേക്ഷിച്ച് പുതിയ വസ്ത്രം ധരിക്കുന്നത്, അതുപോലെയാണ് പഴയ ശരീരം ഉപേക്ഷിച്ച്, ജീർണദേഹങ്ങൾ ഉപേക്ഷിച്ച് പുതിയ ശരീരങ്ങളെ പ്രാപിക്കുന്നത്. അങ്ങനെ പഴയ ദേഹം ഉപേക്ഷിക്കുന്നതാണ് മരണം. പഴയ ദേഹത്തെ ഉപേക്ഷിച്ച് പുതിയ ദേഹത്തെ തേടിപ്പോകുന്ന യാത്ര, അതാണ് മരണം. അങ്ങനെ മരണപ്പെടുന്ന ഒരു വ്യക്തിയുടെ സ്ഥൂല ഭൗതിക ശരീരത്തിൽ നിന്ന് ആ സൂക്ഷ്മ ശരീരം പുറത്തേക്ക് പോകുമ്പോൾ നിഹിതം ഗുഹയാം എന്നാണ് ഉപനിഷത്തുക്കൾ പറയുന്നത്. ഹൃദയമാകുന്ന ഗുഹയിലാണ് ആ ചൈതന്യത്തിൻ്റെ സ്ഥാനം. ഹൃദയത്തെ ഭേദിച്ചുകൊണ്ട് ഈ ചൈതന്യം നമ്മളിൽ നിന്ന് വിട്ടകലുമ്പോൾ ഈ ശരീരം താഴെ വീഴുന്നു. ആ പോകുന്നത് എല്ലാ അഭിരുചികളെയും വാസനകളെയും കൂടിയാണ്. ആ സൂക്ഷ്മ ശരീരം ഒരിത്തിരി ഗഹനമായ വിഷയമാണ്. ആ സൂക്ഷ്മ ശരീരത്തിൻ്റെ പോക്ക് നിങ്ങളൊന്ന് മനസ്സുകൊണ്ട് ആലോചിക്കൂ. നമ്മൾ ഒരു മരണത്തെക്കുറിച്ചൊന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ശരീരത്തിൽ നിന്ന് ആ ചൈതന്യം വിട്ടകന്നു പോകുമ്പോൾ ഈ ശരീരം നമ്മൾ ചിതയിലേക്ക് എടുക്കുന്നു. ആ സൂക്ഷ്മ ശരീരത്തിൻ്റെ ആ യാത്ര, അതിനെ ആവരണം ചെയ്തുകൊണ്ട് പഞ്ചപ്രാണനുകളും ഇന്ദ്രിയങ്ങളും എല്ലാം തന്നെ ആ സൂക്ഷ്മ ശരീരത്തോടൊപ്പം പോകുന്നു. ആ പോകുന്ന ആ യാത്ര, അതിനെക്കുറിച്ച് ഭാഗവതം പറയുന്നത് 2 മാർഗങ്ങളാണ് ഭഗവാൻ തൃതീയ സ്കന്ധത്തിൽ പറയുന്നത്. തൃതീയ സ്കന്ധത്തിലാണ് ജനനവും മരണവും പറയുന്നത്. തൃതീയ സ്കന്ധത്തിൽ ജനനത്തെക്കുറിച്ച് പറയുന്നിടത്ത് ഒരു മനുഷ്യജന്മം പ്രാപിക്കുന്ന സമയം ഗർഭാവസ്ഥ മുഴുവനും തന്നെ കൃത്യമായി ഒരു സ്കാൻ റിപ്പോർട്ട് പോലെ ഭാഗവതം നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. കലലം എന്ന അവസ്ഥയിൽ നിന്ന് ബുദ്ബുദം എന്ന അവസ്ഥയിലേക്ക് പോകുകയും പിന്നീട് ഓരോ മാസവും ഉണ്ടാകുന്ന ആ ഗർഭസ്ഥ ശിശുവിൻ്റെ ഓരോരോ ഘട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് 7-ാം മാസമാകുമ്പോഴേക്കും 7 മാസം കഴിയുമ്പോഴേക്കും ഗർഭസ്ഥ ശിശുവിന്
ഭാഗവതം പറയുന്നത് പൂർവജന്മത്തിൽ ചെയ്ത പാപങ്ങൾ മുഴുവനും അവിടെ കിടന്നുകൊണ്ട് ആ ഗർഭസ്ഥ ശിശു ചിന്തിക്കുമെന്നാണ് പറയുന്നത്. നമുക്കറിയാം, അതീന്ദ്രിയ ജ്ഞാനമുള്ളവരായിരുന്നു ഋഷിമാർ. ആ ജ്ഞാനത്തിൽ ഈശ്വരനിൽ നിന്ന് ശ്രവിച്ച് ദേവഭാഷയായ സംസ്കൃതത്തിൽ രചിച്ചതാണ് വേദവും ഉപനിഷത്തും. അതിൽ നിന്ന് ഞാൻ ആദ്യം പറഞ്ഞ പോലെ സ്വാംശീകരിച്ച് എഴുതപ്പെട്ടതാണ് ഭാഗവതം. കഠോപനിഷത്ത്, ബൃഹദാരണ്യകോപനിഷത്ത്, ഇതെല്ലാം കഠോപനിഷത്തിൽ ഇവിടെ നചികേതസിനെ കുറിച്ച് കുറേയേറെ പേര് പറയുകയുണ്ടായി. നചികേതസിൻ്റെ ചോദ്യം, യമനോട് ചോദിക്കുന്നത് എന്താണ് സ്വർഗപ്രാപ്തി, എങ്ങനെയാണ്, എന്താണ് മരണം, മരണത്തിൻ്റെ രഹസ്യം എന്താണ്, ഇത് ചോദിച്ചതിൻ്റെ ആ ഉത്തരങ്ങൾ തന്നെ ഭാഗവതം നമുക്ക് പറഞ്ഞു തരുന്നു. ആ പോക്കിൽ ഈ സൂക്ഷ്മ ശരീരത്തിൻ്റെ പോക്ക് 2 മാർഗങ്ങളിലൂടെയാണ്. ഒന്ന് ദേവയാനവും ഒന്ന് പിതൃയാനവും. സത്പ്രവർത്തികൾ ചെയ്ത് ശുദ്ധമായ മനസ്സിനുടമയാണെങ്കിൽ, സമബുദ്ധിയുള്ളൊരു മനസ്സിനുടമയാണ് ഒരു വ്യക്തിയെങ്കിൽ, ആ വ്യക്തിയിൽ നിന്ന് അകന്നു പോകുന്ന സൂക്ഷ്മ ശരീരം, ആ ജീവാത്മാവ് നേരെ പരമാത്മാവിലേക്ക് ലയിക്കും. അതാണ് മോക്ഷം. മോക്ഷത്തിന് അർഹനായതാണ് മരണപ്പെട്ട വ്യക്തിയെങ്കിൽ നേരെ ഭഗവാനിലേക്ക് പോകും. അല്ലാത്തവർ പോകുന്ന വഴിയാണ് പിതൃയാനം. നമുക്ക് ഇതൊന്നും കണ്ണിന് ഗോചരമല്ലാത്ത കാര്യങ്ങളാണെങ്കിലും നമ്മളിത് വിശ്വസിച്ചേ പറ്റൂ. ഭാഗവതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ, ഇത് ആർക്കെങ്കിലും ഈ കാര്യങ്ങളിൽ ഒരു അവിശ്വാസം തോന്നുന്നുണ്ട് എങ്കിൽ, ഇവിടെ ഇരിക്കുന്നവരിൽ ആർക്കെങ്കിലുമോ ഇത് കേൾക്കുന്നവർക്കോ തോന്നുകയാണ് ഇതൊക്കെ വെറും കഥ, ഇതെല്ലാം വെറുതെ എഴുതി വച്ചിരിക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ചിന്തിക്കുക. ഒരു വലിയ ആൽമരം ഒരു ചെറിയ വിത്തിൽ നിന്നാണ് ആരംഭിക്കുന്നത്. ആ ആൽമരത്തെ ഈ വിത്ത് എവിടെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു? ഒരു വലിയ തെങ്ങ് ഒരു തേങ്ങയിൽ നിന്നുണ്ടാകുന്നു. ആ വലിയ തെങ്ങിനെ ഈ തേങ്ങ എവിടെ ഒളിപ്പിച്ചു വച്ചിരിക്കുന്നു? നമുക്കത് കാണിച്ചു തരാൻ പറ്റുമോ? പറ്റില്ല. ഇനി ഇത് മാത്രമല്ല, വേറെ ആർക്കെങ്കിലും പുനർജന്മത്തെക്കുറിച്ച് സംശയമുള്ളവർക്ക് ഭൃഗു സംഹിത, ഭൃഗു മഹർഷി എന്ന് പറഞ്ഞാൽ ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നുണ്ട്, മഹർഷിമാരിൽ ഭൃഗു ഞാനാണ് എന്ന്. ഭൃഗു മഹർഷി എഴുതി വച്ചിട്ടുള്ള ആ ഗ്രന്ഥത്തിൽ, ആ ഗ്രന്ഥത്തെ ആസ്പദമാക്കി, അത് ഏകദേശം 5000 6000 വർഷം മുമ്പായിരിക്കാം ഭൃഗു സംഹിത ഉണ്ടാക്കിയിട്ടുള്ളത്. ഭൃഗു സംഹിതയെ അത് സംസ്കൃതത്തിലാണെങ്കിൽ അഗസ്ത്യമുനി ഒരു 2000 2500 വർഷം മുമ്പ് എഴുതി വച്ചിട്ടുള്ള ഒരു ഗ്രന്ഥമുണ്ട്. അത് വൈത്തീശ്വരൻ കോവിലിൻ്റെ ഭാഗത്ത് ഒക്കെ ധാരാളം ആ ഗ്രന്ഥത്തെ ആസ്പദമാക്കി ഭാവിയും ഭൂതവും പറഞ്ഞു തരുന്ന ആളുകളുണ്ട്. എനിക്ക് വ്യക്തിപരമായി ഞാൻ ഈ എറണാകുളം ജില്ലയാണോ ആലപ്പുഴയാണോ എനിക്കറിയില്ല, ചന്ദരൂർ വിജയൻ എന്ന് പറയുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. എൻ്റെ ചെറിയ പ്രായത്തിൽ എനിക്ക് കുഞ്ഞുങ്ങളുണ്ടാവാതിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. വിവാഹം കഴിഞ്ഞ് 3 വർഷം കഴിഞ്ഞിട്ടും കുട്ടികളുണ്ടാവാതെ വന്നപ്പോൾ ആരോ പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ കാണാൻ പോയത്. ആ ഗ്രന്ഥം എടുത്ത് തുറന്ന് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അതായത് എന്നോട് എൻ്റെ പേര് ഒരു നദിയുടെ പേരാണ്, അത് ഒന്നും പറഞ്ഞില്ല. അത് തുറന്നു വെച്ചിട്ട് ഇങ്ങനെ കണ്ണടച്ചിരുന്ന് അങ്ങേര് പറയുമായിരുന്നു, നിങ്ങൾ പൂർവ്വജന്മത്തിൽ ഗർഭഛിദ്രം നടത്തിയിട്ടുണ്ട്, നിങ്ങൾക്ക് കുട്ടികളുണ്ടാവാൻ നിങ്ങൾ വിഷമിക്കുന്നുണ്ട്, നിങ്ങളുടെ പിതാവിൻ്റെ പേര് ഒരു പുരുഷൻ്റെയും സ്ത്രീയുടെയും പേര് ചേർന്നതാണ് നിങ്ങളുടെ പിതാവിൻ്റെ പേര്, നിങ്ങളുടെ മാതാവിൻ്റെ പേരിൻ്റെ പര്യായം ഇതാണ്. ഇതെല്ലാം, എൻ്റെ അച്ഛൻ്റെ പേര് രാധാകൃഷ്ണൻ എന്നാണ്, അമ്മയുടെ പേര് നളിനി എന്നാണ്. ഇതൊക്കെ ഇതിൻ്റെ എല്ലാം പര്യായങ്ങൾ പറയുന്നു. ഞാൻ വിവാഹം ചെയ്ത ഞാൻ വിവാഹം ചെയ്ത സ്ഥലത്തിൻ്റെ പേര് പറയുന്നു. ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം പറഞ്ഞു, കണ്ണിലെ കൃഷ്ണമണികൾ പോലെ 2 കുഞ്ഞുങ്ങൾ നിങ്ങൾക്കുണ്ടാകും എന്ന് പറഞ്ഞു. അങ്ങനെ കുറേ കാര്യങ്ങളങ്ങ്. അപ്പം എനിക്ക് നേരിട്ട് അനുഭവമുള്ളതാണ്. അപ്പോൾ അത് പൂർവ്വജന്മങ്ങളുടെ ചരിത്രം.
പൂർവ്വജന്മം കൃത്യമായി എഴുതി വച്ചിരിക്കുക. ഇങ്ങനെ ഒരു ജന്മത്തിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, അപ്പോൾ ഈ ജന്മത്തിൽ ഇങ്ങനെ അനുഭവിച്ചേ പറ്റൂന്ന്. അപ്പോൾ ഇതിൽ കാര്യമില്ലേ? വിശ്വസിച്ചല്ലേ പറ്റൂ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ആ സൂക്ഷ്മ ശരീരത്തിൻ്റെ യാത്രയാണ്. ആ സൂക്ഷ്മ ശരീരം യാത്ര ചെയ്ത് അതിനെ ആവരണം ചെയ്തുകൊണ്ടുള്ള വാസനകൾ എന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡായിട്ട് നമ്മൾ വീണ്ടും വീണ്ടും ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾക്ക് വാസനകളായി വരും. ഈ വാസനകളും ഇന്ദ്രിയ അനുഭവങ്ങളും പേറിക്കൊണ്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ, എനിക്ക് കണ്ണുണ്ട്, കണ്ണിന് കാഴ്ചയുണ്ട്, പക്ഷേ കാഴ്ച എന്ന് പറയുന്ന അവസ്ഥ കാണാൻ സാധിക്കില്ല. എനിക്ക് ചെവിയുണ്ട്, കാതുണ്ട്, എനിക്ക് കേൾക്കാം, കേൾവി എന്നത് കാണാൻ പറ്റില്ല. കേനോപനിഷത്ത് ഈ കാര്യങ്ങളാണ് ചർച്ച ചെയ്യുന്നത്. അപ്പോൾ പലതും നമുക്ക് സ്പർശിച്ചാൽ സ്പർശസുഖം കിട്ടും, അത് കാണാൻ പറ്റില്ല. പലതും നമുക്ക് കാണാൻ പറ്റില്ല, അനുഭവിക്കാൻ സാധിക്കും. ആ വാസനകളെ, ആ ഇന്ദ്രിയ സുഖങ്ങളെ, ഇന്ദ്രിയ അനുഭവങ്ങളെ സൂക്ഷ്മ ശരീരം അത് വേറിയാണ് പോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങളൊന്ന് ഓർത്തു നോക്കൂ, ചില കുട്ടികൾ 4 വയസ്സ് മുതലേ ഭംഗിയായി ചിത്രരചന നടത്തും. നമ്മുടെ അമൃത ടി വിയിലെ ശ്രേഷ്ഠ ഭാരതം എന്ന് പറയുന്ന ഒരു പ്രോഗ്രാമുണ്ട്. അതിൽ ചില കുട്ടികൾ എന്ത് ഭംഗിയായിട്ട് അവർ പുരാണങ്ങളെക്കുറിച്ച് പറയുന്നതും ഉപനിഷത്തുക്കളെക്കുറിച്ച് പറയുന്നതും ആത്മീയമായി സംസാരിക്കുന്നതുമൊക്കെ എത്ര ഭംഗിയായിട്ട് നമുക്ക് അത്ഭുതം തോന്നിപ്പോ. ആ പ്രായത്തിൽ നമുക്കിതറിയാമായിരുന്നോ എന്ന് ചിന്തിച്ചു പോകും. അത് പൂർവജന്മ സുഹൃതം, പൂർവജന്മ വാസനകൾ, അങ്ങനെയാണ് നമ്മളിത് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. ആ അവരിലെ സൂക്ഷ്മ ശരീരം പേറിക്കൊണ്ടുവന്ന സഞ്ചിത കർമ്മങ്ങളും പ്രാരാബ്ധ കർമ്മങ്ങളിലും വാസനകൾ കൂടിയുണ്ട്. അവർക്ക് ആത്മീയ കാര്യങ്ങളിൽ, പൂർവജന്മത്തിൽ ആത്മീയ കാര്യങ്ങളിലുള്ള അവരുടെ വാസനകൾ ഈ ജന്മത്തിൽ പ്രതിഫലിച്ചിരിക്കും. ഭാഗവതം നമുക്ക് ഉദാഹരണ സഹിതം പറഞ്ഞു തരുന്നു. ഭാഗവതം തുടങ്ങുന്നത് തന്നെ നാരദന്റെ കഥ പറഞ്ഞുകൊണ്ടാണ്. നാരദന്റെ പൂർവജന്മത്തെ പറ്റി പറഞ്ഞുകൊണ്ടാണ് ഭാഗവതം തുടങ്ങുന്നത് തന്നെ. നാരദൻ്റെ പൂർവ്വജന്മത്തിൽ നാരദനും നാരദൻ്റെ അമ്മയും ഒരു ബാലനായിരിക്കുമ്പോൾ, കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ, ബാലനും ആ ബാലൻ്റെ അമ്മയും ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ ദാസിയായിരുന്നു നാരദൻ്റെ അമ്മ. അവിടെ ദാസ്യവേല ചെയ്ത അമ്മയും മോനും കൂടി ഇങ്ങനെ കഴിയുമ്പോൾ അവിടെ ധാരാളം യോഗികൾ വരുമായിരുന്നു ആ വീട്ടിൽ. അപ്പോൾ അവരെല്ലാവരും തമ്മിൽ ചർച്ച ചെയ്യുന്ന ആത്മീയ വിഷയങ്ങൾ കേട്ടു വളർന്ന ആ ബാലൻ, അവർക്ക് ഈ ബാലൻ വളരെ നല്ല കുട്ടിയായതുകൊണ്ട്, ഒരു സ്ത്രീത്വമുള്ള കുട്ടിയായതുകൊണ്ട് ഈ കുട്ടിയോട് ഒരു ആകർഷണം തോന്നിയിട്ട് അവിടെ വരുന്ന യോഗികളെല്ലാവരും തന്നെ അവരുടെ ഭക്ഷണം കഴിച്ചതിൻ്റെ ബാക്കി ഈ ബാലന് കൊടുക്കുമായിരുന്നു. അതെല്ലാം കഴിച്ചാണ് ഈ കുട്ടിയും അമ്മയും അവിടെ ജീവിച്ചു വന്നിരുന്നത്. അപ്പോൾ നല്ല ഒരു അന്തരീക്ഷത്തിൽ, ഭക്തിസാന്ദ്രമായ ഒരു ഭവനത്തിലായിരുന്നു ബാലൻ കഴിഞ്ഞിരുന്നത്. പെട്ടെന്ന് ഒരു ദിവസം ആ കുട്ടിയുടെ അമ്മ പാമ്പ് കടിയേറ്റു മരിച്ചു. കുട്ടിക്ക് ആരും ഇല്ലാതെയായി. ഈ കുട്ടി അവിടെ നിന്ന് ഇറങ്ങി നടന്നു. നടന്ന് ഒരു കുറേ ദൂരം ചെന്ന് ആ കുട്ടി കൈകാലുകളെല്ലാം ഒരു നദിയുടെ കരയിൽ നിന്ന് കൈകാലുകളെല്ലാം കഴുകി ഈ കേട്ടത് വെച്ച് ധ്യാനനിമഗ്നനായിരുന്നു. ധ്യാനിക്കാൻ പഠിച്ചിട്ടുണ്ടല്ലോ. ആ വീട്ടിൽ ഈ വക കാര്യങ്ങളായിരുന്നല്ലോ ചർച്ച ചെയ്തിരുന്നത്. ഭക്തിയായിരുന്നല്ലോ അവിടുത്തെ മാർഗം. ഈ കുട്ടി അതെല്ലാം വെച്ചിട്ട് ഭഗവാനോടല്ലേ പറയാൻ പറ്റുള്ളൂ ഈ അവസ്ഥ. ധ്യാനനിമഗ്നനായി അങ്ങനെ ഇരുന്നപ്പോൾ ഭഗവാനെ ആ കുട്ടി ഇങ്ങനെ കണ്ടു. ആ ബാലൻ സാക്ഷാൽ നാരായണനെ ഇങ്ങനെ കണ്ടു. ആ കുട്ടിക്ക് രോമാഞ്ചം ഉണ്ടായി. ആ കുട്ടിയുടെ കണ്ണുകൾ നിറഞ്ഞു. ആ കുട്ടി ശരിക്കും ഭഗവാനെ അനുഭവിച്ചു. പക്ഷെ പെട്ടെന്ന് ഭഗവാൻ അങ്ങ് മറിഞ്ഞിട്ട് ഭഗവാൻ ഈ ബാലൻ്റെ ചെവിയിൽ പറഞ്ഞു, ഈ ജന്മത്തിൽ ഇനി നിനക്ക് എന്നെ കാണാൻ പറ്റില്ല, പക്ഷേ നിനക്ക് ഞാൻ മോക്ഷം തരും ഈ ജന്മത്തിൽ. എന്നിട്ട് അടുത്ത കൽപ്പത്തിൽ, ആലോചിക്കണം, ആ യുഗത്തിലല്ല, അടുത്ത കൽപ്പത്തിൽ നീ നാരദനായി ജനിക്കും. ത്രിലോകങ്ങളിലും നാരായണ ഭക്തനായി നീ സഞ്ചരിക്കും. ഏറ്റവും
ഉത്കൃഷ്ടമായൊരു ജന്മം നിനക്ക് ഞാൻ അടുത്ത കൽപ്പത്തിൽ തരുമെന്ന് പറഞ്ഞു. അതാണ് നാരദൻ. ഇപ്പം നാരദൻ്റെ കഥയിൽ നിന്ന് നമ്മൾ എന്താ പഠിക്കുക? ഭക്തിസാന്ദ്രമായ ജീവിതം നമ്മളെ എവിടെ എത്തിക്കും? എന്താണ് നമുക്കതിനുള്ള ഭഗവാൻ തരുന്ന ഭാഗ്യം എന്താണ്? ഈ സൂക്ഷ്മ ശരീരത്തിൻ്റെ യാത്രയെക്കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ ഭാഗവതത്തിൻ്റെ പഞ്ചമസ്കന്ധത്തിൽ 26-ാമത്തെ അധ്യായം എടുത്തു നോക്കൂ, പേടിയാവും നമുക്ക്. ഏകദേശം 28 വിധം നരകങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് അതിൻ്റെ അകത്ത്. അപ്പോൾ ചോദിക്കും, ഈ ശരീരമില്ലാതെ എങ്ങനെയാ? എനിക്ക് തോന്നിയിട്ടുണ്ട് ഇത് വായിച്ചപ്പോൾ ഈ സംശയം. ശരീരമില്ലാതെ എങ്ങനെയാ ഈ നരകവും സ്വർഗവുമൊക്കെ നമ്മൾ അനുഭവിക്കുന്നത്? ഇപ്പം നമ്മൾ ദേവയാനത്തിലൂടെ സഞ്ചരിക്കുന്ന ആ ആത്മാവിൻ്റെ ഗതിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞു, അത് മോക്ഷം ലഭിച്ചു, അത് പരമാത്മാവിലേക്ക് ലയിച്ചു. പിതൃയാനത്തിലൂടെ പോയ നമ്മുടെയൊക്കെ ആത്മാവിൻ്റെ ഗതി നമ്മൾ നരകം അനുഭവിച്ചോ എന്ന് നമുക്കറിയില്ല. എങ്കിലും പൂർവജന്മത്തിൽ എന്തൊക്കെയോ സുഹൃതം ചെയ്തിട്ടുണ്ട്. ഇല്ലെങ്കിൽ നമ്മളിവിടെ ഇങ്ങനെ കൂടില്ല. ഇത് കേൾക്കാനും പറയാനും ഒന്നുമുള്ള അവസരം ഈശ്വരൻ തരില്ല. എത്രയോ പേരുണ്ട് ഇവിടെ, പക്ഷെ ഇത് കേൾക്കാൻ എത്ര പേർക്ക് ഭാഗ്യമുണ്ട്? അല്ലെങ്കിൽ ഇത് പറയാൻ എത്ര പേർക്ക് ഭാഗ്യമുണ്ട്? ഇതിൻ്റെ ഭാഗമാകാൻ എത്ര പേർക്ക് ഭാഗ്യമുണ്ട്? അപ്പം എന്തെല്ലാമോ സുഹൃതങ്ങൾ നമ്മൾ ഓരോരുത്തരും ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് വിചാരിക്കാം. ഈ സുഹൃതം ചെയ്തെങ്കിലും ഇതിൻ്റെ മുൻ ജന്മങ്ങളിൽ നമ്മൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ടാകാം. നമ്മൾ എവിടെ കൂടെയൊക്കെ പോയിട്ടുണ്ടാവാം. സ്വർഗം എന്നത് നമ്മുടെ മനസ്സിലാണെന്ന് പറഞ്ഞാലും ഭാഗവതം പറയുന്നു അങ്ങനെ ഒരു അവസ്ഥയുണ്ട് എന്ന്. ഈ സൂക്ഷ്മ ശരീരത്തിൻ്റെ യാത്രയിൽ ഇന്ദ്രിയങ്ങളുടെ സുഖങ്ങളും ദുഃഖങ്ങളും എല്ലാം പേറിക്കൊണ്ട് വാസനകളും സഞ്ചിത കർമ്മങ്ങളും പ്രാരാബ്ധ കർമ്മങ്ങളും എല്ലാം ഒരു ഓറയായി, കണ്ണിന് ഗോചരമല്ലാത്ത ഒരു ഓറയായി ഉള്ള ആ സഞ്ചാരം ദുഷ്പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ ഈ പറയുന്ന നരകങ്ങളിലൂടെ പോയിക്കൊണ്ട് ആ ദണ്ണം അനുഭവിക്കും. സത്പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട് എങ്കിൽ സ്വർഗത്തിലൂടെ സഞ്ചരിച്ച് ആ ചെയ്ത കർമ്മങ്ങളുടെ ഫലം തീരുന്ന മുറയ്ക്ക്, അല്ലെങ്കിൽ അതിൻ്റെ ആ സീരിയസ്നെസ് കുറയുന്ന മുറയ്ക്ക് നമ്മൾ തിരിച്ച് ഭൂമിയിലേക്ക് വരും. ആ സൂക്ഷ്മ ശരീരത്തിൻ്റെ ആ യാനം, ആ യാത്ര തിരിച്ച് ഭൂമിയിലേക്ക് വരും. അത് ഭാഗവതം പറയുന്നു മഴയായി താഴെ വന്ന്, അത് ഏതെങ്കിലും ഒരു ചെടിയായോ അല്ലെങ്കിൽ ഒരു ധാന്യമായി, എനർജി ചേഞ്ച് ചെയ്യുന്നത് അത് ധാന്യമായി, ഭക്ഷണമായി, അത് രക്തമായി, അത് ഒരു അച്ഛൻ്റെ സിരകളിലൂടെ പോകുന്ന രക്തമായി മാറി, അത് പിന്നീട് ബീജമായി, അണ്ടമായി, ഒരമ്മയുടെ അണ്ടമായും ഒരു പുരുഷനിൽ ബീജമായും മാറി, അത് രണ്ടും ചേർന്ന് ഞാൻ നേരത്തെ പറഞ്ഞ തൃതീയ സ്കന്ധത്തിൽ പറയുന്ന ഓരോ സ്റ്റേജുകളിലൂടെ കടന്നു പോകുന്നു. ഇതൊന്നുമല്ല എങ്കിൽ ആ മഴയായി താഴെ വന്ന് ഒരു മരമായോ, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞു വരാം. ആ കഥ ധാരാളം ആളുകളുടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. വൃക്ഷമായോ പക്ഷിയായോ മൃഗമായോ നമ്മൾ തിരികെ വരുന്നു. ആ സൂക്ഷ്മ ശരീരത്തിൻ്റെ യാത്ര അങ്ങനെ അവസാനിക്കുന്നു. അവിടെ ഇരുന്ന് പിന്നെയും പ്രവൃത്തികൾ കർമ്മങ്ങൾ ചെയ്യുന്നു, പിന്നെയും നമ്മൾ ജനിക്കുന്നു. പുനരഭിജനനം പുനരഭിമരണം. അപ്പോൾ ആ യാത്രയിൽ ഈ സൂക്ഷ്മ ശരീരത്തിൻ്റെ യാത്ര, വീണ്ടും വീണ്ടും ജനിക്കുന്ന അവസ്ഥ, ഇതിനെക്കുറിച്ച് പറയാൻ ഏകദേശം 46ഓളം പേരുടെ ചരിതങ്ങളാണ്, 46ഓളം പേരുടെ കഥാരൂപേണ 46ഓളം പേരുടെ, ഞാൻ എണ്ണീട്ട് എനിക്ക് അത്രയാണ് തോന്നിയത്, പേരുടെ കഥകളിലൂടെ നമുക്ക് പുനർജന്മ സിദ്ധാന്തത്തെക്കുറിച്ച് നമുക്ക് ഭാഗവതം പറഞ്ഞു തരുന്നു. ആ സിദ്ധാന്തത്തിൽ ഞാൻ ആദ്യം പറഞ്ഞ നാരദൻ്റെ ആ കഥയോടുകൂടി ഭാഗവതം തുടങ്ങിയിട്ട് വസുക്കളിൽ പ്രധാനിയായ ദ്രോണരെക്കുറിച്ച് പറയുന്നുണ്ട്. വസുക്കളിൽ പ്രധാനിയായ ദ്രോണർ കേട്ടോ. ആ ദ്രോണരുടെ ജീവിതം, ദ്രോണരുടെ ഭാര്യയുടെ പേര് ധര എന്നാണ്. ധര. ദ്രോണരും ധരയും നാരായണ ഭക്തരായിരുന്നു കൃതയുഗത്തിൽ. ആ
ആ നാരായണ ഭക്തരായ അവരോട് ഭഗവാന് ഭയങ്കര ഇഷ്ടം തോന്നിയിട്ട് ദ്രോണരോട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള വരം ചോദിച്ചോളാൻ പറഞ്ഞു. ഇപ്പോൾ ഭഗവാൻ ചോദിച്ചപ്പോൾ ദ്രോണർ പറഞ്ഞു, എനിക്കും ഭാര്യയ്ക്കും വളരെ ഐക്യമാണ് അവർക്ക്. അവർ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങളുടെ ജീവിതം മുഴുവൻ ഭക്തി തന്നാൽ മതി ഭഗവാൻ. ഭഗവാനെ ഭജിക്കാനുള്ള അവസരം തന്നാൽ മതി. ഞങ്ങളുടെ മനസ്സിൽ മുഴുവനും സമബുദ്ധിയുള്ളൊരു മനസ്സാക്കിക്കൊണ്ട് ഞങ്ങൾക്ക് ഭക്തി തന്നാൽ മതി. അത് മാത്രം മതിയോ? അത് മാത്രം പോരാ. ഞാനും എൻ്റെ ഭാര്യയും ഭഗവാനെ ഭജിക്കുന്നത് കണ്ടിട്ട്, ഭഗവാനെ വാഴ്ത്തുന്നത് കണ്ടിട്ട്, ഭഗവാനെക്കുറിച്ച് പറയുന്നത് കേട്ടിട്ട് മറ്റുള്ളവർക്ക് കൂടി ഭഗവാനോട് പ്രേമമുണ്ടാകണം. ഞങ്ങളുടെ ഭക്തി മറ്റുള്ളവരെ കൂടി ഭഗവാനിലേക്ക് ആകർഷിക്കത്തക്ക രീതിയിൽ ഞങ്ങൾക്ക് ഭക്തി ഉണ്ടാക്കി തരണം. ഭഗവാൻ പറഞ്ഞു, ശരി, നിനക്ക് അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. തഥാസ്തു. തഥാസ്തു ദേവി ഇവിടെ ഇരുന്നു കൊണ്ട് പറയുന്നു, തഥാസ്തു. അതിന് ഭഗവാൻ ഒരു റിവാർഡ് എന്ന നിലയ്ക്ക്, ഒരു അനുഗ്രഹം എന്ന നിലയ്ക്ക് ഭഗവാൻ പറഞ്ഞു, ഇത് കൂടാതെ ഒരു ജന്മം കൂടി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞാൻ തരും. ആ ജന്മത്തിൽ എന്നെ നിങ്ങൾക്ക് പരിപാലിക്കാനൊരവസരം ഞാൻ തരും. അങ്ങനെ ആ വസുക്കളിൽ പ്രധാനിയായ ദ്രോണരുടെയും ഭാര്യയായ ധരയുടെയും പുനർജന്മമാണ് നന്ദഗോപരും യശോദയും. പ്രസവിക്കാതെ തന്നെ അച്ഛനും അമ്മയായില്ലേ യശോദ. തൻ്റേതല്ലാത്ത മകനായിരുന്നു ശ്രീകൃഷ്ണൻ. ഭഗവാനെ ലാളിക്കാൻ, കൊഞ്ചിക്കാൻ, എടുത്ത് മടിയിൽ വയ്ക്കാൻ, സ്നേഹിക്കാനൊക്കെ വസുദേവരേക്കാൾ കൂടുതൽ ഭാഗ്യം കിട്ടിയത് നന്ദഗോപർക്കല്ലേ. പൂർവജന്മ സുഹൃതം. ഭാഗവതം ഇത് പറഞ്ഞു തരിക നമുക്ക്. ഈ ജന്മത്തിൽ നീ സുഹൃതം ചെയ്യൂ, മോക്ഷമോ പുണ്യമോ നീ നേടൂ എന്ന്. ഇതുപോലെ തന്നെയാണ് പ്രജാപതിയും സുതപയും പ്രജാപതിയും കൃതയുഗത്തിലെ അവർ ഇതുപോലെ തന്നെ നാരായണ ഭക്തരായിരുന്നു. വളരെ കഠിനമായ ഭക്തിയായിരുന്നു അവരുടെ. അവരിൽ സംപ്രീതനായി ഭഗവാൻ ചോദിച്ചു, നിനക്ക് എന്താണ് ഒരു വരം തരേണ്ടത് ഞാൻ? അവർ പറഞ്ഞത് എന്താ അറിയോ? ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഭക്തിയോടൊപ്പം ഭഗവാൻ തന്നെ ഞങ്ങൾക്ക് മകനായി വരണം. ഭഗവാൻ പറഞ്ഞു, ശരി, വരം ചോദിച്ചാൽ അത് കൊടുത്തല്ലേ പറ്റുള്ളൂ. ഭഗവാന് തുല്യനായൊരു മകനെ ഞങ്ങൾക്ക് വേണമെന്ന്. അങ്ങനെ ഒരു അംശാവതാരമായ പൃശ്നിഗർഭൻ എന്ന് പറയുന്ന ഒരു മകനുണ്ടായി അവർക്ക്. അപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഈ ജന്മത്തിൽ മാത്രമല്ല അടുത്തുള്ള യുഗങ്ങളിലും എൻ്റെ അവതാരങ്ങൾക്ക് മാതാപിതാക്കളാകാൻ നിങ്ങൾക്ക് യോഗം ഉണ്ടാവട്ടെ എന്ന്. അപ്പോൾ ഒരു ജന്മത്തിൽ ചോദിച്ച ഭക്തിക്ക് ഭഗവാൻ 3 ജന്മമാണ് അവർക്ക് അച്ഛനമ്മമാരാവാൻ, ഭഗവാന്റെ അച്ഛനും അമ്മയാവാൻ ഉള്ള യോഗം ഉണ്ടാക്കി കൊടുത്തത്. അങ്ങനെ അവരുടെ പുനർജന്മമാണ് കശ്യപനും അദിതിയും. അവർക്കുണ്ടായ മകനാണ് വാമനൻ. അടുത്ത ഒരു ജന്മമായിരുന്നു ദ്വാപരയുഗത്തിൽ വസുദേവരും ദേവകിയും. അത് പൂർണ്ണാവതാരമായ സാക്ഷാൽ ഗുരുവായൂരപ്പൻ, പൂർണ്ണാവതാരം. അപ്പം നോക്കൂ, 3 ജന്മങ്ങൾ അവർക്ക് കൊടുത്തു അച്ഛനമ്മമാരാവാൻ ഭഗവാന്റെ. ആഗ്രഹ സഫലീകരണത്തിന് ജന്മജന്മാന്തരങ്ങളായി ആ ആഗ്രഹം സഫലീകരിക്കപ്പെടും എന്നുള്ളതിൻ്റെ ഉദാഹരണ സഹിതം സമർത്ഥിക്കുകയാണ് ഭാഗവതം. അപ്പം ഇതിൽ നിന്നൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. നമ്മൾ ആഗ്രഹങ്ങളെ മുറിച്ചാൽ മാത്രമേ നമ്മൾക്ക് മോക്ഷം ലഭിക്കുള്ളൂ. ചെറിയ ആഗ്രഹമാണെങ്കിലും ഭഗവാൻ ഇനിയും ജന്മം തരും. എന്തൊക്കെ അനുഭവിച്ചു യശോദയും ആ നന്ദഗോപരും, അച്ഛനും അമ്മയായെങ്കിലും എന്തൊക്കെ അനുഭവിച്ചു ദേവകിയും വസുദേവരും. നമുക്ക് ഇനിയൊരു ജന്മം വേണോ? വേണ്ട, എനിക്ക് ഭഗവാന്റെ അടുത്ത് എത്തിയാൽ മതി. ആഗ്രഹങ്ങളെ മുറിക്കാൻ വിരക്തി എന്ന് പറയുന്ന ഒരവസ്ഥ അത് വരും, മനുഷ്യന് വരും. ഒരു സ്റ്റേജ് എത്തുമ്പോൾ നമ്മൾ അങ്ങനെ ആയേ പറ്റൂ. ഭൗതികമായി നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹങ്ങളുണ്ട്. പക്ഷെ ഏതെങ്കിലും ഒരു പോയിന്റിൽ നമ്മൾ നിർത്തണം എന്നാണ് ഭാഗവതം പറയണേ. അങ്ങനെ ഒരു പോയിന്റ് എല്ലാവർക്കും ലൈഫിൽ വരും.
അങ്ങനെ ഒരു പോയിന്റിലേക്ക് എത്താത്തത് കൊണ്ടാണ് കപിലോപദേശമുണ്ടായത് ഭാഗവതത്തിൽ. എനിക്ക് തോന്നുന്നു പ്രായമായ ആളുകളെല്ലാവരും ഒരു ഏജ് കഴിയുമ്പോഴെങ്കിലും, നമ്മൾ നേരത്തെ മനസ്സിലാക്കിയാൽ നമുക്ക് പ്രാക്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. ഒരു ഏജ് കഴിയുമ്പോഴെങ്കിലും ആ കപിലോപദേശം ഒന്ന് വായിക്കണം. കപിലൻ അമ്മയായ ദേവഹൂതിയെ ഉപദേശിക്കുക. ദേവഹൂതിക്ക് ഈ മകനോടുള്ള പ്രേമം, മകനോടുള്ള സ്നേഹം എപ്പോഴും മോനെ കണ്ടുകൊണ്ടിരിക്കണം. ഈ മകനെ കണ്ടുകൊണ്ടിരിക്കണം എന്ന് തോന്നി കപിലൻ പല രീതിയിൽ പറഞ്ഞു കൊടുത്തിട്ട് മനസ്സിലാവണില്ല. ഒരു ദിവസം എന്ത് ചെയ്തു? അങ്ങ് കാട്ടിൽ പോയിരുന്നു കപിലൻ. അച്ഛൻ പോയല്ലോ, തിരിച്ച് സന്യാസത്തിലേക്ക് പോയി. അപ്പോൾ ദേവഹൂതി മോനെ കാണാതെ ഓടി കപിലനെ വിളിച്ചുകൊണ്ട് ഓടി ചെല്ലുമ്പോൾ ഒരു ആൽമരത്തിന് താഴെ കപിലൻ വളരെ തേജസ്സോടുകൂടിയിരിക്കുന്നു. ആ ഇരിപ്പ് കണ്ടപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി, ഇതെന്തോ വലിയ കാര്യമാണ്, ഇത്ര തേജസ്സോടുകൂടി എൻ്റെ മകനെ ഞാൻ കാണുന്നല്ലോ എന്ന്. അപ്പോൾ കൈകൂപ്പിക്കൊണ്ട് പറഞ്ഞു, മകനെ, എനിക്ക് ജീവിതത്തിൽ ഞാൻ എൻ്റെ ഇന്ദ്രിയങ്ങൾക്കെല്ലാം എൻ്റെ ഇന്ദ്രിയങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാം ഞാൻ സാധിച്ചു കൊടുത്തിട്ടുണ്ട്. എനിക്ക് നല്ലൊരു ഭാര്യയാവാൻ സാധിച്ചു, എനിക്കൊരു നല്ല അമ്മയാവാൻ സാധിച്ചു, എല്ലാ ഉത്തരവാദിത്തങ്ങളും ഞാൻ എല്ലാം ചെയ്തു. പക്ഷേ എനിക്കെന്തോ തൃപ്തി വരണില്ല. എന്താ അത്? അപ്പോൾ ഉപദേശിച്ചു കൊടുത്തത് ആ തൃതീയ സ്കന്ധം മുഴുവനും, ജന്മവും പുനർജന്മവും മോക്ഷവും എല്ലാം അമ്മയെ പഠിപ്പിച്ചു കൊടുത്തു. അപ്പോൾ അങ്ങനെയൊരു ജന്മം കണ്ടോ? അപ്പോൾ ഇത് ഇങ്ങനെ ഓരോ ആഗ്രഹങ്ങളുടെ സഫലീകരണത്തിന് നമ്മൾ വീണ്ടും ജനിക്കുമെന്ന് ഓർക്കുക. അടുത്തത്, അതിന് ഈ ആഗ്രഹത്തിൻ്റെ സഫലീകരണം പറയാനായിട്ട് വേറൊരു ജന്മം കൂടി ഭാഗവതം ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അത് ഇങ്ങനെ അക്രൂരര് വന്ന് ഭഗവാനെ മധുരാപുരിയിലേക്ക് കൊണ്ടുപോയല്ലോ. മധുരയിലേക്ക് വരണമെന്ന് പറഞ്ഞ് വന്ന് വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു. അപ്പോൾ മധുരാപുരിയിൽ വന്ന്, കംസനെ കാണുന്നതിന് തൊട്ട് മുമ്പുള്ള ഭാഗമാണ്, മധുരാപുരിയിൽ വന്ന് ഭഗവാനും ബലരാമനും ശ്രീകൃഷ്ണനും ഇങ്ങനെ സുന്ദരക്കുട്ടന്മാർ 2 പേരിങ്ങനെ ആ രാജവീതിയിലൂടെ നടന്നിങ്ങനെ വരുമ്പോൾ ഭഗവാന്റെ കുറേ ലീലകളുണ്ട് അവിടെ. ഈ കംസന് തുണിത്തരങ്ങൾ, കംസന് ഉടുക്കാനുള്ള തുണികളെല്ലാമായിട്ട് ഈ ഡോബി വർഗത്തിലുള്ള ആ സമുദായത്തിലുള്ള ഒരു ആൾ കംസൻ്റെ വേഷവിധാനവും കൊണ്ടല്ലേ പോണം. അതിൻ്റെ ഒരു ഗർവോട് കൂടി പോയപ്പോൾ ഭഗവാൻ ചോദിച്ചു, എനിക്കതിൽ 2 ഡ്രസ്സ് തരുമെന്ന്. ഇത് നിങ്ങളെപ്പോലെ ഇങ്ങനെ കാലിയെ മേച്ച് നടക്കണവർക്കുള്ളതല്ല, ഇത് രാജാവിനുള്ളതാണെന്ന് പറഞ്ഞു. ശരിപ്പെടുത്തി കളഞ്ഞു ഭഗവാൻ. അയാളെ വധിച്ചു. കുറച്ചൊക്കെ ഭഗവാൻ ചില കുസൃതികളൊക്കെ കാണിക്കും, ഭഗവാന്റെ ആ ഒരു ലീല ആളുകൾ കാണാൻ വേണ്ടി കൂടി. അത് നമുക്ക് ആ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാവും. പ്രത്യേകിച്ച് ലീലകൾ മനസ്സിലാക്കാൻ വേണ്ടി തന്നെ, ഭഗവാനെ മനസ്സിലാക്കാൻ വേണ്ടി തന്നെ ചില പ്രവൃത്തികളൊക്കെ ഭഗവാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ വേഷങ്ങളൊക്കെ എടുത്ത് ധരിച്ചു. ആ വേഷമൊക്കെ ധരിച്ചപ്പോൾ ഭഗവാനെ കാണാൻ ഭയങ്കര സുന്ദരനല്ലേ, ഇങ്ങനെ നടന്നു വരിക. ചേട്ടനും അനിയനും കൂടെ നടന്നു വരുമ്പോഴുണ്ട് ത്രിവക്ര അതിലേ വരുന്നു. ത്രിവക്ര എന്ന് പറഞ്ഞാൽ 3 വളവുകളുള്ള സ്ത്രീ. അവളാണ് കംസന്റെ ഇഷ്ടദാസി, കുറിക്കൂട്ടുകാരി എന്ന് പറഞ്ഞാൽ ഈ ഗോപി തൊടിയിക്കുന്നത്, ചന്ദനം തൊടിയിക്കുന്നത്, കളഭം തൊടിയിക്കുന്നത് കുറിക്കൂട്ടുകാരി എന്നാണ് ഭാഗവതം അവളെ വിശേഷിപ്പിക്കുന്നത്. കൂട്ടുകാരി എല്ലാ സാധനങ്ങൾ, എല്ലാ കൂട്ടുകളുമായിട്ട് ഇങ്ങനെ നടന്നു വന്ന് ഇവരെ 2 പേരെയും കണ്ടപ്പോൾ ചോദിച്ചു, നിങ്ങൾ ഇത്ര സുന്ദരന്മാരാണല്ലോ, നിങ്ങൾ തൊടുന്നോ എൻ്റെ കയ്യിൽ നിന്ന് ഈ കുറി എന്ന് ചോദിച്ചു. അപ്പോൾ ഭഗവാൻ ചോദിച്ചു, നീ ആരാണ്? ഭഗവാന് കാര്യം മനസ്സിലായി, ആരാണെന്ന് മനസ്സിലായി. ഞാൻ കംസൻ്റെ ഇഷ്ടമുള്ള ദാസിയാണ്, കംസന് കുറിക്കൂട്ടുകൾ ഞാനാണ് കൊടുക്കുന്നത്. ഇങ്ങനെ പൊങ്ങച്ചം പറഞ്ഞു തുടങ്ങിയപ്പോഴേക്കും ഭഗവാൻ പറഞ്ഞു, നിൻ്റെ ഈ വളവ് ഞാനൊന്ന് മാറ്റിത്തരട്ടെ എന്ന് ചോദിച്ചു. എന്നിട്ട് ഭഗവാൻ, ഇതൊക്കെ ഭഗവാന്റെ ഒരു ലീലയാ, ഭഗവാൻ അവളുടെ കാലിൽ നിന്ന് ചവിട്ടി, 2 കാലിലും ചവിട്ടിക്കൊണ്ട് ആ കൈകളെ അങ്ങ് ഞെരിച്ച് ആ ശരീരത്തെ ഒന്ന് വടിവാക്കി ടക്കെന്നങ്ങ് കാണിച്ചതും ആ 3 വളവുകളും നിവർന്നു. അതിസുന്ദരിയായി കുബ്ജ, ത്രിവിക്രയായ കുബ്ജ. അവൾക്ക് പ്രേമം വന്നു ഭഗവാനോട് പറഞ്ഞു, എനിക്ക് നിങ്ങളോട് അതിയായ പ്രേമം വരികയാണ്, നിങ്ങൾ ഇന്ന് എൻ്റെ വീട്ടിലേക്ക് വരുമോ എന്ന് ചോദിക്കും. വരേണ്ട സമയമാകുമ്പോൾ ഞാൻ വരാമെന്ന് പറയും. ഈ കുബ്ജയാണ്, ഈ ത്രിവിക്രയാണ്
പൂർവജന്മത്തിൽ ശൂർപ്പണഖ. ശൂർപ്പണഖ എന്ന് പറഞ്ഞാൽ ത്രേതായുഗത്തിൽ ശ്രീരാമചന്ദ്രനെ കണ്ട് കാമാസക്തിയോടുകൂടി ശ്രീരാമചന്ദ്രനെ നോക്കിക്കണ്ട ശൂർപ്പണഖ എന്ന രാക്ഷസിയായിരുന്നു ഈ കുബ്ജ പൂർവജന്മത്തിൽ എന്ന് ഭാഗവതം പറയുന്നു. ശൂർപ്പണഖയെ എന്താ ചെയ്തത് ലക്ഷ്മണൻ? 3 അവയവങ്ങളെ ഛേദിച്ചു കളഞ്ഞു. ആ ഛേദിച്ചു കളഞ്ഞ 3 അവയവങ്ങളുമായി സഞ്ചരിച്ച ആ സൂക്ഷ്മ ശരീരം അടുത്ത ജന്മം ഉണ്ടാക്കിയത് 3 വളവുകളോടുകൂടി കുബ്ജയായി. നോക്കൂ, കണക്ട് ചെയ്യുന്നത് കണ്ടോ? പക്ഷെ ഭാഗവതത്തിൽ ഡയറക്റ്റായിട്ട് എവിടെ അത് പറയില്ല. പല പല സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ പെറുക്കിയെടുത്ത് മനസ്സിലാക്കണം. കുബ്ജയുടെ പൂർവജന്മം ശൂർപ്പണഖയാണെങ്കിൽ ശൂർപ്പണഖയുടെ തീരാത്ത കാമാസക്തിയെ ഭഗവാൻ അടുത്ത ജന്മത്തിൽ കുബ്ജയിൽ തീർത്തു കൊടുത്തു. കംസനെ വധിച്ചു കഴിഞ്ഞിട്ട് കുബ്ജയെ സന്തോഷിപ്പിക്കാൻ അവിടെ ചെന്നു ഭഗവാൻ. തീർത്താൽ തീരാത്ത കാമാസക്തിയോടുകൂടി ഈ ജന്മം നമ്മൾ ഇവിടെ നിന്ന് പോയാൽ തിരിച്ചു വരും എന്നർത്ഥം. ആ കാമത്തെ ഉപേക്ഷിച്ച്, ആ കാമത്തെ വെട്ടിമാറ്റി, പുരുഷാർത്ഥങ്ങളിൽ പറയുന്നത് പോലെ ധാർമ്മികമായി. മറ്റൊരാളുടെ ഭർത്താവിനെ അല്ലേ ശ്രീരാമചന്ദ്രൻ? സീതാദേവി ഇരിക്കുകയല്ലേ ആ ശ്രീരാമചന്ദ്രനെ ആഗ്രഹിച്ചത്? ധാർമ്മികമാണോ അത്? അല്ല. അപ്പം ആ അധാർമികമായ ജീവിതം മോക്ഷത്തിലേക്ക് നമ്മളെ എത്തിക്കില്ല എന്ന് കുബ്ജയുടെ കഥയിലൂടെ, കുബ്ജയുടെ പൂർവജന്മത്തിലൂടെ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അടുത്തത് കംസൻ്റെ പൂർവജന്മത്തെക്കുറിച്ച് ഭാഗവതം പറയുന്നുണ്ട്. കംസൻ്റെ പൂർവജന്മത്തിൽ കാലമേനിയായിരുന്നു കംസൻ. രാവണൻ ഹനുമാനെ വധിക്കാനായി ഏർപ്പാടാക്കിയ രാക്ഷസനാണ് കാലമേനി. കാലമേനിക്ക് ഹനുമാനെ വധിക്കാൻ സാധിച്ചില്ല. ഹനുമാൻ വധിച്ചു കാലമേനിയെ. ആ വൈരാഗ്യം മനസ്സിൽ വെച്ചുകൊണ്ട് ആ ജന്മം തീർത്ത കാലമേനി പിന്നീട് ഉണ്ടായത് കംസനായിട്ടാണ്. അപ്പോൾ ഞാൻ പറയണു, ഈ വൈരാഗ്യം ഈ ഭാഗവതത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ, ഭാഗവതം പഠിക്കുമ്പോഴും എനിക്ക് വ്യക്തിപരമായി ഞാൻ പറയണു, നമ്മൾ പ്രാക്ടിക്കൽ വേദാന്തം എന്ന് പറയില്ല, പ്രാക്ടിക്കൽ ലൈഫിൽ നമ്മൾ അത് ഒന്ന് നമ്മളിലേക്ക് കൊണ്ടുവരാൻ നോക്കണം. എനിക്ക് അടുത്ത കാലത്തൊരു വ്യക്തിയോട് വളരെ വൈരാഗ്യം തോന്നാൻ, വളരെ ദേഷ്യം തോന്നാൻ, ഞാൻ ചെയ്യാത്ത ഒരു തെറ്റിന് എന്നെ ശിക്ഷിക്കുന്നത് പോലെ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കി തന്ന ഒരു അനുഭവം ഉണ്ടായി. ഞാൻ 1-2 ദിവസം എന്നെ അത് വല്ലാതെ വേട്ടയാടി. ഞാൻ ഓർത്തു, ഞാൻ എന്തിനാ ഭാഗവതം വായിക്കുന്നത്? ഞാൻ എന്തിനാ ഭാഗവതം പ്രഭാഷണം പറയുന്നത്? മറ്റുള്ളവരിലേക്ക് ഇതിലെ സന്ദേശങ്ങൾ എത്തിക്കാൻ ശ്രമിക്കുന്നത്? അപ്പം ഞാൻ തന്നെ അങ്ങനെ ആകണ്ടേ? ഞാൻ ആ വ്യക്തിയോട് വൈരാഗ്യം എൻ്റെ മനസ്സിൽ നിന്നേ അങ്ങ് കളഞ്ഞു. ആ ആളെ അങ്ങ് അവോയ്ഡ് ചെയ്തു. എൻ്റെ മനസ്സിൽ ശത്രുതയുമില്ല, വൈരാഗ്യവുമില്ല. എനിക്ക് തോന്നി, ഞാൻ ഇന്നെങ്ങാനും മരിച്ചു പോയാൽ, ഭഗവാനെ അതല്ലേ ഭാഗവതം പറയണേ, ഞാൻ തിരിച്ചു വരില്ലേ? പിന്നെയും എനിക്ക് വരണ്ട തിരിച്ച്, എനിക്ക് ഭഗവാന്റെ അടുത്തേക്ക് വന്നാൽ മതി. എൻ്റെ മനസ്സിൽ ആ വൈരാഗ്യം ഉണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരും. എനിക്ക് ആ ചിന്ത എന്നെ റിഫോം ചെയ്തു എന്നാണ് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. ഞാനിത് പങ്കുവെക്കുന്നത് എന്തിനാ? നിങ്ങൾക്ക് ജീവിതത്തിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും ദേഷ്യം തോന്നിയാൽ കംസൻ്റെ പൂർവ്വജന്മം നിങ്ങൾ ഓർക്കുക. കംസനായി പിന്നെയും തിരിച്ചു വന്നില്ലേ? എന്തിനാ നമ്മൾ തിരിച്ചു വരണേ? നമുക്ക് ഭഗവാന്റെ അടുത്തേക്ക് എനിക്കിവിടുന്ന് നേരെ പോകേണ്ടത് എൻ്റെ കോട്ടയത്ത് എൻ്റെ വീട്ടിലേക്കല്ലേ. എനിക്കിടയ്ക്ക് എവിടെയും പോകണ്ട. അതുപോലെ ഞാൻ വന്നത് ഭഗവാനിൽ നിന്നാണ്, പരമാത്മാവിൽ നിന്നാണ്. എനിക്ക് പരമാത്മാവിലേക്ക് എത്തിയാൽ മതി. എനിക്ക് ആ വ്യക്തിയോട് വൈരാഗ്യം വെച്ച്, എനിക്ക് ആ വ്യക്തിയോട് ദേഷ്യം വെച്ച് എനിക്കിനി ഒരു പുനർജന്മം വേണ്ട എന്ന് ഞാൻ മനസ്സിലാഗ്രഹിച്ചു. ഞാനത് നിങ്ങളോട് പങ്കുവെക്കുന്നു. നിങ്ങളും അങ്ങനെ തന്നെ ചിന്തിക്കുക. ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴേക്കും ആരോടെങ്കിലും വൈരാഗ്യം മനസ്സിലുണ്ടെങ്കിൽ, ആരോടെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആരെങ്കിലും ശപിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ മറന്നേക്കുക, അതിവിടെ കളഞ്ഞിട്ട് പോവുക. അതിനും ഭാഗവതം പറയുന്നുണ്ട്, അധിഷ്ഠാന ദേവതകളുണ്ട് എന്ന് ദശമസ്കന്ധത്തിൽ പറയുന്നു. അധിഷ്ഠാന ദേവതകളെക്കുറിച്ച് ദശമസ്കന്ധത്തിൽ 14-ാമത്തെ അധ്യായത്തിൽ, അതൊന്ന് എടുത്തു വെച്ച് വായിച്ചു നോക്കണം. ദശമസ്കന്ധത്തിലെ 14-ാമത്തെ അധ്യായത്തിൽ ഓരോ ഇന്ദ്രിയങ്ങൾക്കും അധിഷ്ഠാന ദേവതകളുണ്ട്. അഹങ്കാരത്തിൻ്റെ അധിഷ്ഠാന ദേവതയാണ് മഹാദേവൻ.
ഞാൻ അഹങ്കരിച്ചാൽ എൻ്റെ ഈ ഇന്ദ്രിയങ്ങളുടെ ഭാഗമായി എൻ്റെ അധിഷ്ഠാന ദേവതയായ മഹാദേവൻ എന്നെ ശപിക്കും. ദേഷ്യം വരും ഭഗവാന് ദേഷ്യം വരുള്ളൂ, ശപിക്കില്ല. ഭഗവാന് ദേഷ്യം വന്നാൽ അത് ശാപമല്ലേ? അപ്പം അധിഷ്ഠാന ദേവതകൾ ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഉണ്ട്. ആരോടും വൈരാഗ്യം തോന്നണ്ട. ആരുപദ്രവിച്ചാലും അവരോട് ഭക്തിയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവർ മനസ്സുകൊണ്ട് ക്ഷമിക്കാൻ പഠിക്കേ പറ്റൂ. അടുത്തത് ആ ഭഗവത് സ്മരണ, ഇത്രയും ഓർത്താൽ മതി. ഭഗവത് സ്മരണ, ഭഗവാനെക്കുറിച്ചുള്ള സ്മരണ നമ്മളെ മുക്തിയിലേക്ക് നയിക്കും. പിന്നെ നമ്മൾ അടുത്ത ഒരു ഉദാഹരണം, ഈ കർമ്മനിയതിയെക്കുറിച്ച് പറയുന്ന ഏറ്റവും നല്ല മറ്റൊരു ഉദാഹരണമാണ് ഗജേന്ദ്രമോക്ഷം. നമ്മൾ ആ ഗജേന്ദ്രമോക്ഷം എന്ന് കേൾക്കുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് ആ പീലീലയുടെ ഗുരുവായൂരപ്പൻ്റെ ഒരു സുപ്രഭാതമുണ്ട്. എന്താ രസം അത് കേൾക്കാൻ. ഇങ്ങനെ ആ ഗജേന്ദ്രൻ ആ താമരയും പിടിച്ച് ആ പൊയ്കയിൽ ഇങ്ങനെ തുമ്പിക്കൈയിൽ താമര ഇങ്ങനെ പിടിച്ച് നിൽക്കുമ്പോൾ ഭഗവാൻ ഇങ്ങനെ ഗരുഡൻ്റെ പുറത്ത് വന്ന് ആ ഒരു കൈ എനിക്ക് തരണേ ഭഗവാനേ എന്ന് പറയുമ്പോൾ ആ താമരയോടുകൂടി ആ ഗജേന്ദ്രനെ വലിച്ചു മുകളിലേക്ക് കയറ്റുന്ന ആ ഒരു സീൻ നമ്മുടെ ചിന്തയിലേക്ക് ഇങ്ങനെ വരും. ഒരു ആന, അതിൻ്റെ കഥ എന്താണ്? ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാൻ വയ്യാത്ത ആരെങ്കിലും ഒരാളുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഇത് പറഞ്ഞല്ലേ പറ്റൂ. ഒരു ഗജൻ, ഒരു ആന, വളരെ ഗംഭീരനായൊരു ആന. ആ ആന ഇങ്ങനെ മതിച്ച് കളിച്ച് രസിച്ച് ഒരു പൊയ്കയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ആ പൊയ്കയുടെ ഒരു പ്രത്യേകത താമര പൊയ്കയാണ്. നിറയെ താമരകളുള്ള ഒരു പൊയ്കയിൽ ഇങ്ങനെ കളിച്ച് രസിച്ച് മറ്റാനകളുടെ കൂടെ നിൽക്കുമ്പോൾ ഒരു മുതല ഈ ആനയുടെ കാലിൽ കയറി പിടിച്ചു. നമ്മൾ ആ സീൻ നമുക്കറിയാമല്ലോ. കയറി പിടിച്ചിട്ട് വിടുന്നില്ല ഈ മുതല. പലവിധം ശ്രമിച്ചു നോക്കി, വിടുന്നില്ല. വലിച്ചു നോക്കി, മറ്റാനകളിൽ നിന്ന് വലിച്ചു നോക്കി, വിടുന്നില്ല. ഈ മുതല പിടിച്ച പിടിയാലെ കാലങ്ങളോളം അവിടെ കിടന്നു എന്നാണ് ഭാഗവതം പറയണേ. അത് നമ്മളെ താത്വികമായി നമുക്ക് പറഞ്ഞു തരുന്നതാ. സംസാര സാഗരത്തിൽ നമ്മൾ ആണ്ടുപോകുന്നു അജ്ഞാനികളായി എന്ന തത്വം നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് കുറേ കാലം അങ്ങനെ കിടന്നു എന്ന് പറയണേ. നമ്മൾ അജ്ഞരാണെന്ന് കാണിക്കാൻ. ആ അജ്ഞതയിൽ അങ്ങനെ കിടക്കുമ്പോൾ ഈ ഗജേന്ദ്രൻ ഭഗവാനെ വിളിച്ചു അവിടെ കിടന്നു. നാരായണ 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 എന്ന് ഭഗവാനെ വിളിച്ചു. കുറേയേറെ വിളിച്ചപ്പോഴാണ് ഭഗവാൻ വന്നത്. ഗരുഡൻ്റെ പുറത്ത് വന്ന് ആ തുമ്പിക്കൈ പിടിച്ച് വലിച്ച് മുകളിലേക്ക് കയറ്റിയപ്പോൾ അതിൻ്റെ കൂടെ മുതലേ മുകളിലേക്ക് കയറി വന്നു. ആ മുതലേം കയറി വന്നു. മുതലേ ഇങ്ങോട്ട് കയറി വന്ന വഴി ഭഗവാൻ എന്ത് ചെയ്തു? ഭഗവാൻ ആ മുതലയുടെ വായിലേക്ക് സുദർശന ചക്രം വെച്ച് ആ മുതലയെ വധിച്ചു. ആ മുതല അങ്ങ് ഭഗവാന്റെ സുദർശന ചക്രം ചെന്നതും അതിൽ നിന്നൊരു തേജസ് അങ്ങ് പുറത്തേക്ക് പോയി. അത് ഒരു ഗന്ധർവനായിട്ട് അങ്ങ് പുറത്തേക്ക് പോയി. അപ്പോൾ ഭാഗവതം പറയുന്നു ഈ ഗജേന്ദ്രൻ്റെയും ഈ മുതലയുടെയും പൂർവ്വജന്മങ്ങളെക്കുറിച്ച്. ഈ മുതല പൂർവ്വജന്മത്തിൽ ഹുഹു എന്ന് പറയുന്നൊരു ഗന്ധർവനായിരുന്നു അത്രേ. ആ ഗന്ധർവൻ ദേവലൻ എന്ന് പറയുന്ന ഒരു ഋഷി സ്നാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, സന്ധ്യാവന്ദനം ചെയ്യുന്നതിന് മുമ്പ് സ്നാനം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഈ ഗന്ധർവന്മാർക്ക് കുറേ കളിതമാശകളുണ്ടല്ലോ. അതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഈ ഗന്ധർവൻ എന്ത് ചെയ്തു എന്നറിയോ? വെള്ളത്തിൻ്റെ അടിയിൽ കൂടെ പോയിട്ട് അങ്ങേരുടെ ഈ ഋഷിയുടെ കാലി പിടിച്ചു വലിച്ചു. ഈ ഋഷിയുടെ കാലി പിടിച്ചു വലിച്ചപ്പോൾ ഇങ്ങേർക്ക് ദേഷ്യം വന്നു. ഇങ്ങേര് പറഞ്ഞു, നീ ഒരു മുതലയായി പോട്ടെ, നീ ഇങ്ങനെ പിടിച്ച ആളുകളുടെ കാലി പിടിച്ച് വലിക്കണേ ഒരു മുതലയായി പോട്ടെ നിൻ്റെ അടുത്ത ജന്മം എന്ന്. അങ്ങനെ പറയുമെങ്കിലും ഇവർക്ക് അടുത്ത നിമിഷം അവർക്കൊരു അനുഗ്രഹവും കൂടെ കൊടുക്കണം എന്ന് തോന്നും. ഈ പഴയ ഋഷിമാരെല്ലാവരും ശാപത്തോടൊപ്പം ഒരു അനുഗ്രഹവും കൂടെ കൊടുക്കും. അന്ന് ആ ശാപത്തോടൊപ്പം ആ മഹർഷി അനുഗ്രഹിച്ചു, അങ്ങനെ ഒരു മുതലയായിട്ട് നീ കഴിയുമ്പോൾ നിനക്ക് മോക്ഷം കിട്ടും. അപ്പോൾ അങ്ങനെ ആ ഹുഹു എന്ന് പറയുന്ന ആ ഗന്ധർവനായിന് പിന്നത്തെ ജന്മം ഒരു മുതലയായി വന്നു. അപ്പോൾ ഈ ആനയുടെ കഥ എന്താ? ഈ ഗജൻ്റെ കഥ എന്താ? ഈ ഗജേന്ദ്രൻ പൂർവ്വജന്മത്തിൽ ഒരു പാണ്ഡ്യരാജാവായിരുന്നു. ഇന്ദ്രദ്യുമ്നൻ എന്ന് പറയുന്ന ഒരു പാണ്ഡ്യരാജാവായിരുന്നു. വളരെ ഈശ്വര വിചാരമുള്ള, വളരെ ഭക്തിയുള്ള, നാരായണ ഭക്തിയുള്ള ഒരു രാജാവായിരുന്നു. ആ രാജാവ് അങ്ങനെ
നല്ല ഭക്തിയുടെ മാർഗത്തിലൂടെ സഞ്ചരിക്കുന്നവരാണ് വ്രതങ്ങൾ അനുഷ്ഠിക്കുന്നത്, അല്ലേ? ആ വ്രതങ്ങൾ നേരത്തെ ഇവിടെ പ്രഭാഷകൻ പറഞ്ഞ പോലുള്ള ആ ഓരോ സ്റ്റേജസിലൂടെ അപ്പം അദ്ദേഹം ഈ ഇന്ദ്രദ്യുമ്നൻ എന്ന് പറയുന്ന രാജാവ് മൗനവ്രതം ആചരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. ആ മൗനവ്രതത്തിലൂടെ ഇന്ദ്രദ്യുമ്നൻ പോകുന്ന സമയത്ത് അഗസ്ത്യമുനി അവിടെ കയറി വന്നു. അപ്പം ഇദ്ദേഹം മൗനവ്രതത്തിലിരിക്കുകയാണ്. അദ്ദേഹത്തെ കണ്ടിട്ട് ഒരു പൂർണ്ണമായൊരു ബഹുമാനം കൊടുക്കാനോ എന്തെങ്കിലും സംസാരിക്കാനോ ഒന്നും ഈ രാജാവ് മുതിരാത്തത് കൊണ്ട് അഗസ്ത്യന് ദേഷ്യം വന്നു. ഒരു ഗജത്തെ പോലെ ഇരിക്കുവാണോ നീ? ഗജത്തെ പോലെ ഇരിക്കുന്ന നീ അടുത്ത ജന്മം ഒരു ഗജമായി മാറട്ടെ എന്ന് പറഞ്ഞു. ആ ഒരു ശാപവും പേറിപ്പോയ ആത്മാവ് അടുത്ത ജന്മത്തിൽ ഗജേന്ദ്രനായെങ്കിലും ഗജേന്ദ്രന് മോക്ഷം സിദ്ധിക്കാൻ കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വാസനകളുമായാണ് ഈ സൂക്ഷ്മ ശരീരം പോകുന്നത്. ഭക്തിയുടെ വാസന ആ സൂക്ഷ്മ ശരീരത്തോടൊപ്പം യാത്ര ചെയ്തതുകൊണ്ട് ഗജേന്ദ്രനായി ജനിച്ചെങ്കിൽ പോലും നമുക്കറിയാം ഗുരുവായൂർ കേശവൻ ഇല്ലേ, ഗജേന്ദ്രനായിരുന്നു. പക്ഷേ എന്തായിരുന്നു ഭഗവാന് എത്ര ഇഷ്ടമായിരുന്നു. ഇപ്പം ഞാൻ ജനിച്ചു വളർന്നത് നായിരമ്പലം എന്ന് പറയുന്ന ദേശത്താണ്. നായിരമ്പലത്തെ ഒരു ശിവജി എന്ന് പറയുന്ന ആനയാണ് ഗുരുവായൂർ കേശവനായി അഭിനയിച്ചത് സിനിമയിൽ. അപ്പോൾ ആ ഗുരുവായൂർ കേശവനാണെങ്കിലും ഞങ്ങളുടെ ശിവജി ആണെങ്കിലും ഒക്കെ അവരും ആനകളായിരുന്നില്ലേ? പക്ഷേ അവരുടെ പൂർവ്വജന്മങ്ങളിൽ അവർക്ക് നാരായണ ഭക്തിയുള്ളവരായതുകൊണ്ടായിരിക്കാം പിന്നത്തെ ജന്മങ്ങളിൽ ഗുരുവായൂരപ്പനോട് ഏറ്റവും അടുത്ത് അവർക്ക് ഇടപെടാൻ സാധിച്ചത്, ഗുരുവായൂരപ്പൻ്റെ ഇഷ്ട ഗജങ്ങളായി അവർക്ക് പോവാൻ സാധിച്ചത്. അപ്പോൾ നോക്കൂ, ഗജേന്ദ്ര മോക്ഷം മാത്രമേ നമ്മൾ കേൾക്കുന്നുള്ളൂ. പക്ഷെ ഇവരുടെയൊക്കെ പൂർവ്വജന്മത്തെക്കുറിച്ച് നമുക്ക് ഭാഗവതം പറഞ്ഞു തരുന്നത് എന്തിനാ? അസന്നിഗ്ധമായി കർമ്മനിയതി നമ്മളിലേക്ക് എത്തിക്കാനാണ്, കർമ്മസിദ്ധാന്തം നമ്മളിലേക്ക് എത്തിക്കാനാണ്. ഓരോ പ്രവൃത്തിക്കും ഫലമുണ്ട് എന്ന് നമ്മളെ ഓർമ്മപ്പെടുത്താനാണ്. നമ്മൾ തന്നെയാണ് നമ്മുടെ ശത്രു, നമ്മൾ തന്നെയാണ് നമ്മുടെ മിത്രം എന്ന് നമ്മളെ ആവർത്തിച്ച് പറഞ്ഞു തരാനാണ്. അതുപോലെ തന്നെയാണ് കുബേരപുത്രന്മാരെ കുറിച്ച് പറയുന്നുണ്ട് ഭാഗവതം. കുബേരൻ്റെ 2 മക്കൾ, അവരുടെ പേര് നളകൂബരനും മണിശ്രീവനും. ഇവർ 2 പേരും ഭയങ്കര അക്രമികളായിരുന്നു, രാക്ഷസന്മാരല്ലേ, ഭയങ്കര അക്രമികളായിരുന്നു. ഇവരങ്ങനെ ഇങ്ങനെ യാദവ സ്ത്രീകൾ കുളിക്കുന്ന സ്ഥലത്ത് ചെന്ന് ഇവർ വസ്ത്രങ്ങളൊന്നുമില്ലാതെ ഈ സ്ത്രീകളോടൊപ്പം ആ ഒരു നദിയിൽ ഇങ്ങനെ കുളിച്ച് അവർ മദ്യപിച്ച് മതോന്മത്തരായി അങ്ങനെ കഴിയുന്ന സമയത്ത് നാരദൻ അതിലേ പോയപ്പോൾ നാരദൻ ഇതിലേ പോയപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ നാരദന് ദേഷ്യം വന്നു. നാരദനെ കണ്ട വഴി ഈ സ്ത്രീകൾ വളരെ ഭവ്യതയോടുകൂടി ഭക്തിയോടുകൂടി അവർ തൊഴുത് വസ്ത്രമെല്ലാം അണിഞ്ഞ് മാറി നിന്നെങ്കിലും ഈ അസുരന്മാര്, ഈ കുബേരൻ്റെ 2 മക്കൾ അവർ നിന്ന പോലെ തന്നെ വിവസ്ത്രരായി നിന്നു. നാരദൻ പറഞ്ഞു, നിന്റെ ഈ അഹങ്കാരത്തിന് നീ അടുത്ത ജന്മം ചലിക്കാത്ത 2 വൃക്ഷങ്ങളായി മാറട്ടെ. അപ്പം അതായത് ഈ ജന്മത്തിലെ ആ തെറ്റിന് ശിക്ഷകളായിരിക്കാം നമുക്ക് ചുറ്റും കാണുന്ന മരങ്ങൾ. ഏതോ ജന്മം ചെയ്ത പാപത്തിൻ്റെ ഫലമായിരിക്കാം. പക്ഷേ ആ 2 മരങ്ങളാണ് യശോദയുടെയും നന്ദഗോപരുടെയും വീടിൻ്റെ മുമ്പിൽ നിന്നിരുന്ന മരുത് വൃക്ഷങ്ങൾ 2 ആ 2 മരുത് വൃക്ഷങ്ങളുടെ ഇടയിലേക്കാണ് ഭഗവാനെ ഒരു ഉരലിൽ കെട്ടിയിട്ടിട്ട് ഭഗവാനെ യശോദ കെട്ടിയിടുമ്പോൾ ആ കെട്ടിയ കയറും കൊണ്ട് ഭഗവാൻ ഇങ്ങനെ ഓടി പോവില്ലേ? ഭഗവാൻ ഓടിപ്പോണ്ടെങ്കിൽ ഭഗവാൻ അറിയാം ഈ നിൽക്കുന്ന 2 മരങ്ങൾ ആരാന്നുള്ളത്. ഭഗവാൻ നേരെ ആ കെട്ടും കൊണ്ട് നേരെ ഇങ്ങനെ പോയി ഈ മരങ്ങളുടെ വിടവിലേക്ക് അങ്ങ് കയറിയപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇല്ലാതെ ആയപ്പോഴേക്കും ഈ വേരുകളെ തട്ടി വേരുകൾ പുളർന്ന് ഈ മരങ്ങൾ 2ഉം നിലംപതിച്ചപ്പോൾ അതിൽ നിന്ന് 2 രാക്ഷസന്മാർ പുറത്തേക്ക് പോയി. അവർക്ക് 2 പേർക്കും ഭഗവാൻ മോക്ഷം കൊടുത്തു. അവർ സാഷ്ടാംഗം ഭഗവാന്റെ മുമ്പിൽ നമസ്കരിച്ചു എന്നാണ് പറയുന്നത്. അപ്പോൾ മരുത് വൃക്ഷമായി നാരദൻ്റെ ശാപമേറ്റ ആ കുബേരൻ്റെ 2 മക്കളും മരുത് വൃക്ഷമായി അടുത്ത ജന്മമെടുത്തു എന്ന്
നമുക്ക് പറഞ്ഞു തരുന്ന ഭാഗവതം നമ്മളെ വീണ്ടും 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 ക്രിയാമാന കർമ്മങ്ങളെക്കുറിച്ചും സഞ്ചിത കർമ്മങ്ങളെക്കുറിച്ചും പ്രാരാബ്ധ കർമ്മങ്ങളെക്കുറിച്ചും പറഞ്ഞു തരുന്നു. ജനമേജയൻ്റെ കഥ, ജനമേജയൻ ചെയ്ത സർപ്പസത്രത്തിൻ്റെ ഭാഗമായി സർപ്പസത്രത്തിൽ ധാരാളം സർപ്പങ്ങൾ ആ എരിതീയിൽ ചുട്ട് കൊല്ലേണ്ട ഒരു സാഹചര്യം ജനമേജയൻ ഉണ്ടാക്കിയതിൻ്റെ ഭാഗമായി കുഷ്ഠം എന്ന് പറയുന്ന രോഗം, തൊലിപ്പുറത്തുണ്ടാകുന്ന രോഗം ബാധിച്ച ജനമേജയൻ എവിടെയാണ് വന്നിരുന്നത്? ഈ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിലല്ലേ വന്നിരുന്നത്. ആ ഗുരുവായൂരപ്പൻ്റെ സന്നിധിയിൽ പോയി ഇരിക്കാൻ പറഞ്ഞത് ആത്രേയ മഹർഷിയാണ്. അപ്പോൾ വേറെ ഒരു കാര്യം കൂടിയുണ്ട്. ഗുരുവായൂരപ്പൻ്റെ ആ ബിംബം, ഗുരുവായൂരപ്പൻ്റെ ബിംബം നമ്മൾ 3 യുഗങ്ങളിൽ അച്ഛനമ്മമാരായിരുന്നവർ വെച്ചാരാധിച്ചിരുന്ന ബിംബമാണതെന്നാണ് പറയപ്പെടുന്നത്. 3 അവതാരങ്ങളുടെ അച്ഛനമ്മമാരായി വർത്തിച്ചിരുന്നവർ അവസാനം അത് ദേവകിയുടെ കയ്യിൽ നിന്നും വസുദേവരുടെ കയ്യിൽ നിന്നും ഭഗവാൻ തന്നെ ഭജിക്കാൻ വെച്ചിട്ട്, ആ കഥ നമുക്കെല്ലാവർക്കും ആ കാര്യം അറിയാം. അത് ദ്വാരക മുങ്ങിപ്പോയപ്പോൾ അവിടെ നിന്ന് അത് കൊണ്ടുവന്ന് ഗുരുവും വായുവും ചേരുന്നിടത്ത് ഉദ്ധവരോട് പ്രതിഷ്ഠിക്കാൻ പറഞ്ഞത്. ആ ബിംബത്തിൻ്റെ പ്രത്യേകത 3 യുഗങ്ങളിലായി അച്ഛനമ്മമാർ ഭഗവാന്റെ അച്ഛനും അമ്മയും ആവാൻ യോഗമുണ്ടായിരുന്നവർ വെച്ചാരാധിച്ചിരുന്ന ബിംബമായിരുന്നു എന്നാണ് പറയണേ. ജനമേജയനോട് ആത്രേയ മഹർഷി പറഞ്ഞത്, ഇവിടെ ഗുരുവും വായുവും ചേരുന്നിടത്ത് വന്നിരുന്ന് നീ ധ്യാനിക്കൂ, നീ ഭജിക്കൂ. ആ ജനമേജയൻ്റെ ആ അത്രയും ദിവസം 41 ദിവസം അവിടെ ഭജനയിരുന്ന് കഴിഞ്ഞപ്പോൾ ആ ജനമേജയൻ്റെ കാലിലൊരു പാടുണ്ടായിരുന്നു എന്നാണ് പറയണേ. ഒരു പാമ്പ് കൊത്തിയ പാട്. ഒന്നും സംഭവിച്ചില്ല, ഭഗവാന്റെ അടുത്ത് ഇരിക്കുകയല്ലേ, ഒന്നും സംഭവിച്ചില്ല. ജനമേജയൻ പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചുപോയി എന്നാണ് പറയണേ. അപ്പോൾ അത് ആ ക്രിയാമാന കർമ്മത്തിൻ്റെ ഉദാഹരണമാണത്. ഇതുപോലെ എന്തെല്ലാം പാഞ്ചാലിയുടെ പൂർവ്വജന്മം നമുക്കറിയാം. പാഞ്ചാലിയുടെ പൂർവ്വജന്മമാണ് നളൻ്റെയും ദമയന്തിയുടെയും മകളായ നളായണി. നളായണിയും മൗൽഗല്യനും തമ്മിലുള്ള ആ ജീവിതം, കുഷ്ഠരോഗിയായ മൗൽഗല്യനെ വളരെ സ്നേഹപൂർവ്വം ആ ഭർത്താവിനെ ശുശ്രൂഷിച്ചിരുന്ന ആ സ്ത്രീ, ആ നളായണി എന്ന് പറയുന്ന സ്ത്രീയുടെ പിന്നത്തെ ജന്മമാണ് പാഞ്ചാലി. അപ്പോൾ കർമ്മബന്ധം നശിക്കാനായി നമ്മൾ നല്ല കർമ്മങ്ങൾ ചെയ്യുകയും ആഗ്രഹങ്ങളിൽ നിന്നും, ശത്രുതയിൽ നിന്നും, ദേഷ്യത്തിൽ നിന്നും, ശാപത്തിൽ നിന്നും എല്ലാം മോചനം നേടി തീവ്രമായ ആഗ്രഹങ്ങൾ ഒന്നിനോടും വേണ്ട. അപ്പോൾ ഈ കഥകളും ഈ സംഭവങ്ങളും തത്വങ്ങളും എല്ലാം പറഞ്ഞു തരുന്ന ഭാഗവതം, ഇത്രയേറെ ഉദാഹരണങ്ങൾ സഹിതം നമുക്ക് പറഞ്ഞു തരുന്ന ഭാഗവതം കൃത്യമായി പറഞ്ഞു തരുന്നു കർമ്മബന്ധം നശിക്കാൻ എന്ത് ചെയ്യണമെന്ന്. കർമ്മബന്ധം നശിക്കാൻ ചെയ്യേണ്ട കാര്യങ്ങൾ ഒന്നൊന്നായി പറഞ്ഞു തരുമ്പോൾ നമ്മുടെ ഈ മനസ്സിലുള്ള അന്ധക്കരണ മാലിന്യങ്ങളെ നമ്മൾ തുടച്ചു നീക്കിയാലേ, നമ്മുടെ മനസ്സിൻ്റെ മാലിന്യങ്ങളെ തുടച്ചു നീക്കിയാലേ ഒരു ജ്ഞാനം തെളിഞ്ഞു വരുള്ളൂ, അറിവ് തെളിഞ്ഞു വരുള്ളൂ, ഈശ്വരനെ കാണാൻ സാധിക്കുള്ളൂ. അല്ലെങ്കിൽ ഗർഭസ്ഥ ശിശുവിന് മറഞ്ഞിരിക്കുന്നത് പോലെ, ഒരു ക്ലിയറായിട്ടുള്ള കണ്ണാടിയുടെ മുമ്പിൽ പൊടി പിടിച്ചിരിക്കുന്നത് പോലെ നമുക്ക് കാണാൻ പറ്റാത്ത, നമ്മുടെ മുഖം കാണാൻ പറ്റാത്ത രീതിയിൽ മാലിന്യങ്ങൾ കൊണ്ട് മൂടപ്പെട്ട മനസ്സാണ് നമ്മുടേതെങ്കിൽ ഭഗവാനെ കാണാൻ സാധിക്കില്ല. ചില ആളുകൾ വെറുതെ ഇങ്ങനെ ജപിച്ച് പക്ഷെ അവരുടെ മനസ്സ് ശരിയല്ലാതെ വന്നാൽ പിന്നെയും തിരിച്ചു വരേണ്ടി വരും. അതിന് അജാമിളൻ്റെ കഥ പറയുന്നുണ്ട്. അജാമിളൻ്റെ കഥ, ഇനി സമയം പോണു. അജാമിളൻ്റെ കഥ, നാരായണ എന്ന് അജാമിളനൊന്നും വിളിച്ചതേ ഉള്ളൂ. യമഭടന്മാരവിടെ ഇട്ടിട്ട് പോയ അജാമിളനെ. അപ്പോൾ അത് മകനെ വിളിച്ചതാ ശരിക്കും. എത്രയോ പേരുടെ ഉദാഹരണങ്ങൾ നമുക്ക് പറഞ്ഞു തരണു ഭാഗവതം. ഭഗവത് ഭക്തിയോടുകൂടി. ഇനി ശിശുപാലൻ്റെ വധം. ശിശുപാലൻ അച്ഛൻ്റെ സഹോദരിയുടെ മകനാണ്. കൃഷ്ണൻ്റെ അച്ഛൻ്റെ സഹോദരിയുടെ, വസുദേവരുടെ സഹോദരിയുടെ മകനാണ് ശിശുപാലൻ. ശിശുപാലന് ജനിച്ചപ്പോൾ മുതൽ ഭഗവാനോട് ദേഷ്യം, അസൂയ. എന്നിട്ട് ഏറ്റവും ഗംഭീരമായ രാജസൂയ സദസ്സിൽ വെച്ച് യുധിഷ്ഠിരൻ ഭഗവാനെ ഹോണർ ചെയ്യാൻ തുടങ്ങുമ്പോൾ ശിശുപാലൻ പുച്ഛിച്ചുകൊണ്ട് അവിടെ നിന്ന് സംസാരിക്കുമ്പോൾ ഭീമന് ദേഷ്യം വന്ന് ചാടി വീഴും വധിക്കാനായിട്ട്. ഭീഷ്മർ പറഞ്ഞു, വേണ്ട, അത് കൃഷ്ണനാണ് അവൻ്റെ അന്തകൻ,
നീ അവിടെ ഇരിക്കാൻ പറയും. ഉടനെ തന്നെ ഭീഷ്മരെ ഓരോ ചീത്ത വാക്കുകൾ പറയാൻ തുടങ്ങി ശിശുപാലൻ. ഭീഷ്മരെ കൂടെ പറയാൻ തുടങ്ങിയപ്പോൾ ഭഗവാൻ പറഞ്ഞു, ഞാൻ എൻ്റെ അച്ഛൻ്റെ സഹോദരിക്കൊരു വാക്ക് കൊടുത്തിരുന്നു, 100 തെറ്റുകൾ, ശിശുപാലൻ്റെ 100 തെറ്റുകൾ നീ ക്ഷമിക്കണം, 100 തെറ്റുകൾ ക്ഷമിച്ചിട്ടേ നീ ശിക്ഷിക്കാവൂന്ന്. ഇത് 100 കടന്നു, ഇനി നിനക്ക് മാപ്പില്ല. വധിച്ചു ശിശുപാലനെ. പക്ഷെ ശിശുപാലന് മോക്ഷം കൊടുത്തു, കംസനും മോക്ഷം കൊടുത്തു. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും അത് മനസ്സിലാക്കുക. കംസനും ഭഗവാൻ മോക്ഷം കൊടുത്തു, ശിശുപാലനും മോക്ഷം കൊടുത്തു. എന്തുകൊണ്ട് മോക്ഷം കൊടുത്തു? ദേഷ്യത്തോടെയാണെങ്കിലും വൈരാഗ്യബുദ്ധിയോടുകൂടിയാണെങ്കിലും എപ്പോഴും ഭഗവത് സ്മരണ അവർക്കുണ്ടായിരുന്നു എന്നാണ് ഭാഗവതം പറയണേ. ഭഗവത് സ്മരണയോടുകൂടി ജീവിച്ചിരുന്ന അവർക്ക് ഭഗവാൻ മോക്ഷം കൊടുത്തെങ്കിൽ, ശ്രേഷ്ഠകർമ്മം ചെയ്താൽ സ്വർഗം, നിഷിദ്ധകർമ്മം ചെയ്താൽ നരകം, നിഷ്കാമകർമ്മം ചെയ്താൽ മോക്ഷം. അതാകട്ടെ നമ്മുടെ ലക്ഷ്യം. അധിഷ്ഠാന ദേവതകൾക്കൊന്നും തന്നെ യാതൊരു തരത്തിലുള്ള ദേഷ്യവും നമ്മളോട് തോന്നാതെ, നമുക്കൊരിക്കലും പുനരഭിജനനം പുനരഭിമരണം ഉണ്ടാകാതെ നമ്മൾക്ക് കൃപയാ പാരേ പാഹി മുരാരേ, നമ്മളെ രക്ഷിക്കട്ടെ ഈശ്വരൻ. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഭഗവത് ഭക്തിയോടുകൂടി മോക്ഷസിദ്ധിക്കാനുള്ള ഇടവരുത്തട്ടെ. ഈശ്വരനെ കുറിച്ചുള്ള ഭജനവും ഈശ്വരനെക്കുറിച്ചുള്ള ചിന്തയും സത്ചിന്തയായി മാറട്ടെ. സത്പ്രവർത്തികൾ ചെയ്യാൻ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈശ്വരൻ മനസ്സിനെ തോന്നിപ്പിക്കട്ടെ. എല്ലാ അനുഗ്രഹങ്ങളും, മഹാദേവൻ്റെ അനുഗ്രഹവും സാക്ഷാൽ ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹവും എന്നെ ശ്രവിച്ച ഓരോരുത്തർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, എനിക്കിങ്ങനെ ഒരു അവസരം തന്ന ഈ സത്രസമിതിയിലെ ഓരോരുത്തർക്കും, വിശിഷ്യ ഞങ്ങൾക്കെല്ലാവർക്കും ബഹുമാന്യനായ, നിങ്ങൾക്കും എനിക്കും എല്ലാം ബഹുമാന്യനായ നാരായണസ്വാമിക്കും, ഇതിൻ്റെ എല്ലാ സംഘാടകർക്കും എൻ്റെ തീരാത്ത എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും കടപ്പാടും സ്നേഹവും നന്ദിയും പ്രകാശിപ്പിച്ചുകൊണ്ട്, എൻ്റെ വാക്കുകളെ ശ്രമിച്ച നിങ്ങളുടെ ഓരോരുത്തരുടെയും കാലുകളിൽ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.